കർത്താവേ ഞങ്ങൾ കർത്താവേ സ്വതം കർത്താവേ അതിന്റെ ആരംഭം മുതൽ കർത്താവേ ഞങ്ങൾ എത്തിയിരിക്കുമ്പോൾ കർത്താവേ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളെ നീ കാത്തു പരിപാലിച്ചു. പുതുവർഷത്തിന്റെ കർത്താവേ ഈ മൂന്നാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നപ്പോൾ കർത്താവേ ഞങ്ങളെ കർത്താവേ നീ കാത്തു പരിപാലിച്ച അങ്ങയുടെ വലിയ കൃപകൾക്കായി ഞങ്ങളുടെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാതപീഠത്തിലേക്ക് കർത്താവേ സ്വതം കർത്താവേ അങ്ങയുടെ ആ സ്വരം കേൾക്കുവാൻ ഞങ്ങൾ അടുത്തു വന്നിരിക്കുമ്പോൾ കർത്താവേ ഞങ്ങളോട് ശക്തമായിട്ട് സംസാരിക്കുന്ന കർത്താവേ കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകളൊക്കെ കേട്ട് ഞങ്ങൾ ഈ വർഷം കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. ക്രിസ്തുവിൽ ഞങ്ങൾ ഫലം കായ്ക്കുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഇടിയാക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. തോട്ടക്കാരൻ വന്ന് നോക്കുമ്പോൾ തോട്ടത്തിൽ ഫലമുള്ള കർത്താവേ ഫലം പ്രകടിപ്പിക്കുന്നതായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഇടിയാക്കുന്നത്. പ്രത്യേകം ഞങ്ങൾ കർമ്മയിൽ പ്രയർ ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പക്ഷേ ഇതിൽ അനുഗ്രഹമായി തീട്ടെ. ഇതിൽ കയറുന്ന എല്ലാ ദേവദാസന്മാർക്ക് അനുഗ്രഹമായി തീട്ടെ. വർഷിപ്പിക്കുന്ന എല്ലാ ദേവദാസന്മാരും അനുഗ്രഹമായി തീട്ടെ. പക്ഷേ ഈ പുതുവർഷം കർത്താവേ ഇതിൽ കടന്നു വയ്ക്കുന്ന എല്ലാ പുതു കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. എണ്ണത്തിൽ ഒന്നുപോലും കുറഞ്ഞു പോകാതെ കർത്താവേ നീ കാത്തു പരിപാലിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹാലിലെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കർത്താവേ കോട്ടയായിട്ട് ഞങ്ങൾക്ക് ഇരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹാലിലെ കർത്താവേ ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. ഇന്നത്തെ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്തു കർത്താവേ. നീ ഞങ്ങളോട് സംസാരിക്കുന്ന കർത്താവേ സ്തുതിക്കുന്നു. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. വചനത്തിൽ പറയുന്നപോലെ കർത്താവേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഹായം കർത്താവേ സ്വർഗത്തിൽ നിന്നാണ് കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കുന്ന നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളുന്ന ആ ദൈവം ഞങ്ങളെ മറച്ചുകൊള്ളുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. സിംഹത്തുമേലും ബാലസിംഹത്തുമേലും പെരുമ്പാവിൽ നീ ചവിട്ടും, എങ്കിലും ഒരു ദോഷവും വരത്തിലും പറഞ്ഞ ദൈവം കർത്താവ് 2024 കർത്താവെ നീ ഞങ്ങളെ നിർത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും നീ ഞങ്ങളെ കാണുമാറാക്കി 2025 അമ്മ കർത്താവെ നീ ഞങ്ങളെ കരകയറ്റി കർത്താവെ ഞങ്ങളെ ഇതുവരെ എത്തിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവ് ഇന്ന് വചനമായിട്ട് കടന്നു വരുന്ന പ്രിയ ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട നിത്യതയുടെ വചനം, മാറ്റമില്ലാത്ത മാറാത്ത ബന്ധനമില്ലാത്ത സ്വർഗത്തെന്ന സ്ഥിരമായിരിക്കുന്ന ആ വചനം ഞങ്ങളെ ഇന്ന് ബലപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മധ്യത്തിലേക്ക് വർഷിപ്പിനുമായി കടന്നു വന്നിരിക്കുന്ന പ്രിയ ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾക്ക് ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന പച്ച കടന്നു വരുന്ന ഓരോരുത്തരെയും അങ്ങയുടെ ചിറകിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്ന പച്ച അങ്ങയുടെ ചിറകിൽ ഞങ്ങളെ പരിപാലിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ. പരിശുദ്ധാത്മാവ് ആദ്യം മുതൽ അവസാനം വരെ കർത്താവെ ഈ മീറ്റിംഗിന്റെ കൂടെ ഇരിക്കുന്ന കർത്താവെ. ചെറുതും വലുതുമായ അനേക കാര്യങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട് കർത്താവെ. നീ എല്ലാത്തിനും മറുപടി മാനിക്കണേ. കർമ്മയിൽ ഇറങ്ങി ആ തീ കർത്താവെ, സ്വതം കർത്താവെ, ആ തീയെ കെടുത്താൻ നോക്കുന്ന എല്ലാ ദുഷ്ടമണ്ഡലങ്ങളും കർത്താവെ വിട്ടുമാട്ടപ്പച്ച കർത്താവെ. അങ്ങയുടെ സന്നിധി ബോധത്തോടെ ആയിരിക്കാൻ നീ ഞങ്ങളെ ഇടിയാക്കണ കർത്താവെ. അല്പനേരം ഞങ്ങൾ പാടി ആരാധിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ മധ്യയിൽ കർത്താവിന് സാന്നിധ്യമുള്ളതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ സ്തുതിക്കുന്ന അപ്പച്ച. ആ യഹോവയെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ പറഞ്ഞ പോലെ കർത്താവെ സ്തുതും അങ്ങേ രാപ്പകൽ ധ്യാനിച്ച് മുന്നേറുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്ന കർത്താവെ സ്തുതിക്കുന്ന അപ്പച്ച. മഹത്വം അങ്ങേ എടുത്താട്ടെ. നീതിയുള്ള പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാം ശാന്തവും ഉജ്ജ്വലമായി നടക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥൻ ഞങ്ങളെ വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങേ എടുത്തായിട്ട് താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് വീണ്ടും കർമ്മയിൽ പ്രയർ ഫെലോഷിപ്പിൽ കടന്നു വരുവാൻ ദൈവം നമുക്കിങ്ങനെ ഇടയാക്കിയ വലിയ കൃപകൾക്കായി കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹാലിലെ പ്രത്യേക ഹാലസ് കർമ്മലിന്റെ അഡ്മിനായിരിക്കുന്ന പ്രിയ ഗ്രേസിസ്റ്ററിനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ അന്ന കടൽ അമ്മച്ചി ഹാലിലെ സ്വന്തം കടന്നു വന്ന എല്ലാ ഹാല ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന ഹാലിലെ പാസ്റ്റർ ഹാലിലെ ഷാജി ഹാലിലെ ജോണിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഹാലിസ് ഒന്ന് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് നമ്മുടെ മധ്യത്തിലേക്ക് ഹാലിസ് സ്വന്തം കടന്നു വന്നിരിക്കുന്ന ദിവാസിനെ ഒരിക്കൽ കൂടി ചെയ്യുന്നു. അതുപോലെ US പ്രദേശത്ത് നിന്നാണ് ആളെ ഇന്ന് മെസ്സേജിന് വേണ്ടി കടന്നു വരുന്ന പാസ്റ്ററെ മോർത്ത് പാകുന്ന വേഗം തന്നെ ദിവാസം ജോയിൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് തുടർന്നുള്ള നിമിഷം ആളെ ദൈവത്തിൽ പാടി ആരാധിക്കുന്ന നിമിഷമാണ്. ദൈവത്തിന് വേണ്ടി സമയം വേർതിരിക്കും. അതിനുവേണ്ടി സമയം വേർതിരിക്കുന്നു. പ്രിയ ദേവദാസനെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ധന്യനായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ മീറ്റിങ്ങിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രിയ മാർഗി പാസ്റ്ററിനായി സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന എന്നെ കണ്ടെത്തിൽ ആൻറ്റിക്കായി സ്തോത്രം. രാത്രി നമ്മളോട് കർത്താവിൻ്റെ വചനത്തിൽ സംസാരിക്കുന്ന പ്രിയ മാത്യു കെ ഫിലിപ്പ് പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. മീറ്റിംഗ് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അഭിഷിക്തന്മാർ, കുഞ്ഞുങ്ങളെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹം തന്നെ അറിയിക്കുന്നു. പാസ്റ്റർ ഓഡിബിളാണോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. എൻ്റെ പേര് ഷാജി ജോൺ എന്നാണ്. ഞാൻ താമസിക്കുന്നത് കുമ്പനാടിനടുത്തായിട്ട് രബിരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. സെക്കുലർ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വിട്ടിട്ട് കർത്താവിൻ്റെ വചനം പഠിക്കുവാനും കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനും കർത്താവിനെ സഹായിച്ചു. ഞാൻ കുടുംബസ്ഥനാണ്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെയുണ്ട്. ഒരു മോനുണ്ട്, 3 വയസ്സുണ്ട്.
എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോനുണ്ട് ജോയിലാണ് കീബോർഡ് വായിക്കുന്നത്. ഇന്ന് രാത്രി കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയ ഭാഗ്യത്തിന് എല്ലാ മാനമഹത്വം ഞങ്ങൾ കർത്താവിന് നൽകുന്നു. എല്ലാ കണ്ണുകൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടച്ചാട്ട് ആ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും എത്ര വർണ്ണിച്ചാലും കൊതി തീരുകയില്ല. അപ്പം പിതാവേ, ഞങ്ങളുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ സ്നേഹം ഞങ്ങളോടുള്ളത് പ്രദർശിപ്പിച്ചത് ഞങ്ങളുടെ പുത്രനെ നൽകുകയാണല്ലോ. അതിന് ഞങ്ങൾ നന്ദി പറയുന്നപ്പ. ഈശോപ്പ, പാപികളും ദോഷികളുമായി ഞങ്ങളെ തേടി വന്ന സ്നേഹമേ, ഒരു ഗുണവും ഞങ്ങളിൽ പറയാനില്ലായിരുന്നു. എന്നിട്ടും അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവനെ വെച്ചു. അവിലേറിയ സ്നേഹത്തിനും കരുണയ്ക്കും കൃപയ്ക്കും ഞങ്ങൾ നന്ദി പറയാം. ഓരോ ദിവസം ഞങ്ങൾ വഴിതെറ്റിപ്പോകാൻ അനുവദിക്കാതെ വഴി ഇതാണെന്ന് പറഞ്ഞ് ഞങ്ങളെ വഴി നടത്തുന്ന നല്ല പരിശുദ്ധ ആത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങളെ ശക്തീകരിച്ചാട്ട് ബലപ്പെടുത്തിയാട്ട് എല്ലാ കണ്ണുകളോടെ ചിലപ്പോൾ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചു തുടങ്ങിയാണ്. കർത്താവിൻ്റെ സ്നേഹം, അവൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. നമ്മളെ ശക്തീകരിക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് ഇതിനകത്തുണ്ട്. 2025 ആരംഭ നിമിഷം മുതൽ അവസാന നിമിഷം കഴിഞ്ഞു. 2026 ഈ തുടക്കത്തിൻ്റെ ദിവസം തന്നെ ചോദിച്ചാൽ പറയും, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എൻ്റെ ദൈവം നല്ലവനായിരുന്നു. ഞാൻ അവിശ്വസ്തനായിരുന്നപ്പോഴും അവൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമുണ്ടായില്ല, അവൻ്റെ കരുതലുകൾ കുറഞ്ഞു പോയില്ല. രാത്രി അത് അനുഭവിച്ചറിഞ്ഞ ദൈവമക്കളുണ്ടെങ്കിൽ ദയവായി കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി നന്ദിയോടെ കർത്താവിന് സ്തുതി പറഞ്ഞാൽ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെ ഇന്നോ അന്നേ നല്ലവൻ യേശു, ഇന്നലെ ഇന്നോ അന്നേ നല്ലവൻ. നന്ദിയോടെ ഈ പാട്ടിൻ്റെ വരി ഒന്ന് പാടി അല്പസമയം കർത്താവിനെ സ്തുതിക്കാം. നല്ലവനായ കർത്താവിനെ. ആമേൻ. യേശു എന്നും നല്ലവൻ, ഇന്നലെ നിന്നോയും അന്നേ നല്ലവൻ യേശു, ഇന്നലെയും ഇന്നോയും അന്നേ നല്ലവൻ. ഒരിക്കൽ കൂടെ, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നോയും അന്നേ നല്ലവൻ യേശു, ഇന്നലെയും അന്നേ നല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങും, സാരമില്ലെന്നോതിടും തന്മാർവിൽ ചേർത്ത്, സാരമില്ലെന്നോതിടും തന്മാർവിൽ ചേർത്ത്. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നോയും അന്നേ നല്ലവൻ യേശു, ഇന്നലെയും അന്നേ നല്ലവൻ. ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടു, ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടു, തണലേനിക്കു നൽകിയിടും വല
വലഭാഗത്തായും തണലെനിക്കു നൽകിയിടും വലഭാഗത്തായും എന്നും നല്ല യേശു എന്നും നല്ല ഇന്നലെയും ഇന്നും എന്നും അന്യനല്ല യേശു ഇന്നലെ നന്ദിയോടെ അന്യനല്ലവൻ എന്നും നല്ലവൻ എന്നും നല്ല യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ല യേശു ഇന്നലെയും എന്നും അന്യനല്ലവൻ രാവിലും പകലിലും ചേലോടുതൻ പാലനം രാവിലും പകലിലും ചേലോടുതൻ പാലനം ഭൂമിയിലെനിക്കുള്ള നീ മാനിനില്ല കാരണം ഭൂമിയിലെനിക്കുള്ള നീ മാനിനില്ല കാരണം എന്നും നല്ല യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും അന്യനല്ലവൻ യേശു ഇന്നലെയും നന്ദിയോടെ രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും ആരുടെയും പ്രേരണയില്ലാതെ അവന്റെ സാന്നിധ്യത്തെ അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ അവന്റെ കരുതലിനെ അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾക്ക് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയാൻ കഴിയും എന്റെ യേശു നല്ലവനാണ് ഭാരമുള്ളിൽ നേരിടുന്ന ഓരോ സമയങ്ങളിൽ സാരമില്ല മോനെ മോളെ എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിച്ച നല്ല സ്നേഹത്തിന് രാത്രി നന്ദിയോടെ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട് എന്നും നല്ല യേശു എന്നും നല്ല ഇന്നലെയും ഇന്നും അന്യനല്ല യേശു ഇന്നലെയും എന്നും അന്യനല്ല ഒരിക്കൽ കൂടെ എന്നും നല്ലവൻ എന്നും നല്ല യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും അന്യനല്ല യേശു ഇന്നലെയും ഇന്നും അന്യനല്ലവൻ അങ്ങെപ്പോലൻ ദൈവം ആരുള്ളി ലോകേ അങ്ങയിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം അങ്ങിൽ മാത്രം ചാരും പ്രാണപ്രിയനേ അങ്ങു മാത്രമാണ് എൻ്റെ സർവസ്വം അങ്ങെപ്പോലൻ ദൈവം ആരും ലോകേ അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം അങ്ങിൽ മാത്രം ചാരും പ്രാണപ്രിയനേ അങ്ങു മാത്രമാണ് എൻ്റെ സർവസ്വം ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധനയോടെ ആരാധന യേശുവിനാരാധന എന്നേശുവേ അങ്ങേക്കാരാധന ആരാധന യേശുവിനാരാധന എന്നേശുവേ ഇരു കരങ്ങൾ ഉയർത്തി ആരാധന യേശുവിനാരാധന എന്നേശുവേ അങ്ങേക്കാരാധന ആരാധന യേശുവിനാരാധന എന്നേശുവേ അങ്ങേക്കാരാധന ഒരിക്കൽ കൂടെ ആരാധന യേശുവിനാരാധന എന്നേശുവേ ശതലമനറകശേരിയ പേരി
രാത്രി ഉറപ്പോടെ വിളിച്ചു പറഞ്ഞേ, യേശുവിനെ പോലെ ആരുമില്ല. There is no one like him. രാത്രി ഇത് അനുഭവിച്ചറിഞ്ഞവർ, അവന്റെ മഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞവർ, അവന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ആ കരങ്ങളൊക്കെ ഉയർത്തി നന്ദിയോടെ പറഞ്ഞേ, യേശുവെ അങ്ങേ പോലെ ആരുമില്ല, യേശുവിനെ പോലെ സൗഖ്യദായകൻ ആരുമില്ല, യേശുവിനെ പോലെ വീണ്ടെടുപ്പുകാരൻ ആരുമില്ല. ഓ ആരാധന അങ്ങേക്ക് ആരാധന യേശുവേ. ആരാധന യേശുവിനാരാധന യേശുവേ. ഓ ആരാധന യേശുവിനാരാധന യേശുവേ. രാത്രി എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, യേശുവിനെ പോലെ ആരുമില്ല, യേശുവിനെ പോലെ ആരുമില്ല, അവനെ പോലെ ഒരു പ്രാണപ്രിയൻ വേറെയില്ല, അവനെ പോലെ കരുതുന്ന ഒരു ദൈവം വേറെയില്ല, അവനെ പോലെ വിശ്വസ്തനാരുമില്ല. ജീവിതത്തിൽ നമ്മൾ അവിശ്വസ്തരായപ്പോഴും അവൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ലെന്ന് അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്ത് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം കാണുന്നു. കർത്താവിൻ്റെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തീകരിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. ഈ 2026 കയറിയ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ അതിശക്തമായി പരിശുദ്ധാത്മാവ് ആരാധനയുടെ ഈ സമയത്ത് പറയുന്നു, കർത്താവിൻ്റെ പ്രവാചകൻ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നിയോഗങ്ങളിൽ കൂടെ കൈമാറിയിട്ടുള്ള ആലോചനകൾ നിവൃത്തിയാകും. ഉറപ്പോടെ തലേ കൈവച്ചിട്ടെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് ദൈവിക ആലോചനകൾ നിവൃത്തിയാകുന്ന വർഷമാണ്. ഒന്നാദ്യം വായിക്കുമ്പോൾ മുഴുവൻ പരിശുദ്ധാത്മാവ് നിയോഗങ്ങൾ കൊടുത്തിട്ട് സംസാരിച്ച പ്രവാചകന്മാർ പറഞ്ഞതൊക്കെയും നിവൃത്തിയാകുവാൻ സംഗതി വന്നു. അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. നിവൃത്തിയായി എന്നുള്ള പല പല വാക്യങ്ങൾ നമുക്ക് 2-ാം അധ്യായത്തിൽ കാണാനിടയാത്തീരും. കർത്താവ് എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ എവിടെ എന്ന് ചോദിച്ച ആരൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്. എന്നാൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്, അവൻ വാക്ക് മാറുകയില്ല. അവൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ഊവേന്നാണ്. രാത്രി ഉറപ്പോടെ വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാൽ. ഹല്ലേലൂയ. നമ്മുടെ വിളി ഉന്നത വിളിയാണ്. ഉന്നത വിളിയാൽ അവൻ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ആർക്കും ലഭിച്ചിട്ടില്ലാത്ത വിളിയാണ് നമ്മുടെ മേലുള്ളത്. പ്രതിസന്ധികളുണ്ടോ, ഭാരങ്ങളുണ്ടോ, ഉറപ്പാണ് നിന്റെ മേലുള്ള വിളി മറ്റുള്ളവരെ പോലെയല്ല. നിന്റെ വിളിക്ക് എന്തോ പ്രത്യേകതയുണ്ട്. നിന്റെ മേൽ വലിയൊരു അഭിഷേകം പകരാനുണ്ട്. നിന്റെ മേൽ വലിയൊരു മാന്യത വരാനുണ്ട്. നിന്റെ മേൽ വലിയ നിയോഗങ്ങൾ കൈമാറാനുണ്ട്. ഇത് രാത്രി വിശ്വസിക്കുന്ന രാമനും പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ചേർന്ന് നമ്മുടെ കർത്താവിനെ നമ്മൾ വീണ്ടും സ്തുതിക്കാൻ പോവുകയാണ്. ഇരിക്കുന്ന ഇരിപ്പിടങ്ങളൊക്കെ മറന്ന്, സ്ഥലമൊക്കെ മറന്ന്, സാഹചര്യങ്ങളൊക്കെ മറന്ന് നമ്മളെ വിളിച്ച കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ ഉന്നത വിളിയാ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല, ദയ തോന്നി എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കാ നൽകിയിടുന്നു. ഉറപ്പോടെ പറഞ്ഞ കർത്താവേ, 2026 ബിഗിനിങ്ങിൽ തന്നെ ഞാനത് തിരിച്ചറിയുന്നു. കർത്താവേ, എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള കൃപ എനിക്ക് തരണം. ഹല്ലേലൂയ. ആയുസ് മുഴുവൻ അങ്ങേ ഘോഷിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കണം. സന്തോഷത്തോടെ കരങ്ങൾ തട്ടി ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ,
ലഭിച്ചതോ പോലും നനച്ചതല്ല. ഉന്നത വിളിയാ വിളിച്ചു എന്നെ, ലഭിച്ചതോ പോലും നനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം അങ്ങേയ്ക്കായി ഇടുന്നു. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം അങ്ങേയ്ക്കായി ഇടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ ജീവിക്കുന്നു ഉറപ്പോടെ. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എന്റെ നിലവുകൾ യേശു മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതു ഇടവന്നില്ല. എന്റെ നിലവുകൾ യേശു മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതു ഇടവന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ ജീവിക്കുന്നു. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. യേശു മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ആരാധിക്കുന്നു. യേശു മാത്രമാണ് ഉയർത്തിയത്, സന്തോഷത്തോടെ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ ജീവിക്കുന്നു ഉറപ്പോടെ. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ ജീവിക്കുന്നു. ഉന്നത വിളിയാ വിളിച്ചു എന്നെ, ലഭിച്ചതോ പോലും നനച്ചതല്ല. ഉന്നത വിളിയാ വിളിച്ചു എന്നെ, ലഭിച്ചതോ പോലും നനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം അങ്ങേയ്ക്കായി. സന്തോഷത്തോടെ ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം അങ്ങേയ്ക്കായി ഇടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ ജീവിക്കുന്നു. സഭയാം തോട്ടമേ, ഉണർവിൻ കൂട്ടമേ, ദൈവിക സമയമാ, ഉണർവിൻ കാലമാ. സഭയാം തോട്ടമേ, ഉണർവിൻ കൂട്ടമേ, ദൈവിക സമയമാ, ഉണർവിൻ ഒരിക്കൽ കൂടെ പാടിക്കേ. സഭയാം തോട്ടമേ, ഉണർവിൻ കൂട്ടമേ, ദൈവിക സമയമാ, ഉണർവിൻ കാലമാ. സഭയാം തോട്ടമേ, ഉണർവിൻ കൂട്ടമേ, ആത്മാവ് ശക്തിയാ എഴുന്നേൽപ്പാൻ സമയമാ. പരിശുദ്ധാത്മാവേ, ഉണർവിൻ നായകനേ, അളവ് കൂടാതെ കൃപ ചൊരിയണമേ. അങ്ങെ പിരിഞ്ഞൊന്നും ആവതില്ലായേ, അങ്ങിൽ വസിച്ചിടാ അധികം ഫലമേ. ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവേ, ഉണർവിൻ നായകനേ, അളവ് കൂടാതെ കൃപ ചൊരിയണമേ. അങ്ങെ പിരിഞ്ഞൊന്നും ആവതില്ലായേ, അങ്ങിൽ വസിച്ചിടാ അധികം ഫലമേക. അന്ത്യകാലം വചനം പോലെ ആത്മപാത ചെയ്യും കാലം.
പുത്തൻ വരവിൻ നാളിന്മേ ലോക ഉണർവിൻ കാലം, അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം. പുത്തൻ വരവിൻ നാളിന്മേ ലോക ഉണർവിൻ കാലം, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, ദാസന്മാരും ദാസിമാരും നിറഞ്ഞിടും, യൗവനക്ക ദർശനങ്ങൾ ദർശിക്കും, വൃദ്ധന്മാരും സ്വപ്നം കണ്ടു ഘോഷിക്കും. സമയമാ ഉണർന്നിടാ എഴുന്നേൽക്കാ, ഹല്ലേലൂയ. സമയമാ ഉണർന്നിടാ എഴുന്നേൽക്കാ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഉണർവിൻ നായകനേ, അളവ് കൂടാതെ കൃപ ചൊരിയണമേ. അങ്ങ് പിരിഞ്ഞോ ചോദിച്ചേ ആവതില്ലായേ, അങ്ങിൽ വസിച്ചിടാ അധികം ഫലമേഘ. പരിശുദ്ധാത്മാവേ ഉണർവിൻ നായകനേ, അളവ് കൂടാതെ കൃപ ചൊരിയണമേ. അങ്ങെ പിരിഞ്ഞൊന്നും ആവതില്ലായേ, അങ്ങിൽ വസിച്ചിടാ അധികം ഫലമേഘ. മാളികമുറിയിൽ തുറന്നതാകും അപ്പസ്തോലിക സമയം, അഗ്നിനാവിൻ ചാല പോലെ സാക്ഷിയാകും സമയം. മാളികമുറിയിൽ തുറന്നതാകും അപ്പസ്തോലിക സമയം, അഗ്നിനാവിൻ ചാല പോലെ സാക്ഷിയാകും സമയം. ഭൂഖണ്ഡങ്ങൾ യേശുവിനെ തുറന്നിടും, ഭൂമിയെല്ലാം മഹത്വത്താൽ നിറഞ്ഞിടും, ദൈവസഭ സൈന്യമായി എഴുന്നേൽക്കും, ദേശമെല്ലാം ഘോഷിക്കും. സമയമാ ഉണർന്നിടാ എഴുന്നേൽക്കാ, ഹല്ലേലൂയ. സമയം എഴുന്നേൽക്കാ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഉണർവിൻ നായകനേ, അളവ് കൂടാതെ കൃപ ചൊരി. ഉറപ്പോടെ അങ്ങെ പിരിഞ്ഞൊന്നും ആവതില്ലായേ, അങ്ങിൽ വസിച്ചിടാ അധികം ഫലമേ. ഒരിക്കകൂടെ പരിശുദ്ധാത്മാവേ ഉണർവിൻ നായകനേ, അളവ് കൂടാതെ കൃപ ചൊരിയണമേ. അങ്ങെ പിരിഞ്ഞൊന്നും ആവതില്ലായേ, അങ്ങിൽ വസിച്ചിടാ അധികം ഫലമേഘം. ഉറപ്പോടെ മാളികമുറിയിൽ തുറന്നതാണ് അപ്പസ്തോലിക സമയം, അഗ്നിനാവിൻ ജാല പോലെ സാക്ഷിയാകും സമയം. മാളികമുറിയിൽ തുറന്നതാണ് അപ്പസ്തോലിക സമയം, അഗ്നിനാവിൻ ജാല പോലെ സാക്ഷിയാകും സമയം. ഭൂഖണ്ഡങ്ങൾ യേശുവിനെ തുറന്നിടും, ഭൂമിയെല്ലാം മഹത്വത്താൽ നിറഞ്ഞിടും, ദൈവസഭ സൈന്യമായി എഴുന്നേൽക്കും, ദേശമെല്ലാം ദൈവരാജ്യം സ്ഥാപിക്കും. യേശു മാത്രം കർത്താവെന്ന് എല്ലാ നാവും ഏറ്റുപാടും. യേശു മാത്രം കർത്താവെന്ന് എല്ലാ നാവും ഏറ്റുപാടും. പരിശുദ്ധാത്മാവേ ഉണർവിൻ നായകനേ, അളവ് കൂടാതെ കൃപ ചൊരിയണമേ. അങ്ങ് പിരിഞ്ഞൊന്നും ആവതില്ലായേ, അങ്ങിൽ വസിച്ചിടാ
പരിശുദ്ധാത്മാവേ, ഉണർവിൻ നായകനേ, ആളം കൂടാതെ കൃപ ചൊരിയണമേ. അങ്ങെ പിരിഞ്ഞൊന്നും ആവതില്ലായേ, അങ്ങ് വസിച്ചിടാ അധികം ഫലമേ. പരിശുദ്ധാത്മാവേ, വിശ്വാസത്തോടെ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാ. ഭൂഖണ്ഡങ്ങൾ യേശുവിനെ തുറന്നിടും. അഭിഷക്തന്മാരെ രാത്രി ഉറപ്പോടെ വിളിച്ചു പറയട്ടെ, പ്രതിസന്ധികൾ ഉണ്ടാകാം, ഭാരങ്ങൾ ഉണ്ടാകാം, കഷ്ടതകൾ ഉണ്ടാകാം, എതിർപ്പുകൾ ഉണ്ടാകാം. അതിന്റെ മധ്യയെല്ലാം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് രാത്രി ഉറപ്പോടെ പറഞ്ഞേ, ഭൂഖണ്ഡങ്ങൾ തുറക്കപ്പെടും, ഭൂമിയെല്ലാം അവന്റെ മഹത്വത്താൽ നിറയും. ദൈവസഭ സൈന്യമാണ്. രാത്രി ഇതിനകത്ത് ഒരു സൈന്യം എഴുന്നേൽക്കും. രാജ്യത്തെ പിടിക്കുന്ന, ദേശത്തെ പിടിക്കുന്ന, ആത്മാക്കളെ പിടിക്കുന്ന ഒരു സൈന്യം രാത്രി ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ഓ ശാലപ്രൗഢബലം ശബനധുര ചുട്ടബലം ശബലംധേ റഗദഗരഗദഗരഗദഗദധുര ചുട്ടബലം ശബലംധേ വീരവനാധിക റഗദഗദധുര ചുട്ടബലം ശബലംധേ റഗദഗരഗദഗദധുര ചുട്ടബലം ശബലംധേ ഓ റഗദഗദധുര ചുട്ടബലം ശബലംധേ പ്രൗഢബലം ശേ ഓ റഖലബല റഗദഗദഗശേ ഓ പരിശുദ്ധാത്മാവേ, ഉണർവിൻ നായകനേ, അളവ് കൂടാതെ. ഇരു കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി രാത്രി ആത്മാവിൽ ഒരു ദൂത് വിളിച്ച് പറയട്ടെ. നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ ശക്തി കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നും നമുക്ക് രാജ്യത്തിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവല്ലാതെ വേറെ ആരുമില്ല. കരകളൊക്കെ ഉയർത്തി രാത്രി പറഞ്ഞ പരിശുദ്ധാത്മാവെ അങ്ങനെ സഹായിക്കണമേ, അങ്ങനെ ശക്തീകരിക്കണമേ. വിവേകത്തിൻ്റെ ആത്മാവേ, ജ്ഞാനത്തിൻ്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ആലോചനയുടെ ആത്മാവേ, അങ്ങെ പിരിഞ്ഞെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ശക്തീകരിക്കണം. ഒരു നിമിഷം കൂടെ കരങ്ങളൊക്കെ ഒന്ന് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി താഴ്മയോടെ. പരിശുദ്ധാത്മാവേ, ഉണർവിൻ നായകനേ, അളവ് കൂടാതെ കൃപകൾ ചൊരിയണമേ. അങ്ങെ പിരിഞ്ഞൊന്നും ആവതില്ലായേ, അങ്ങിൽ വസിച്ചിടാ അധിക ഫലമേകാം. പറഞ്ഞെന്നെ സമർപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളെ അങ്ങ് ഉദ്ദേശിച്ചതുപോലെ ഫലങ്ങൾ എനിക്ക് കായ്ക്കാൻ കഴിഞ്ഞില്ല. പലപ്പോഴും ഞാൻ അവിശ്വസ്തനായി തീർന്നിട്ടുണ്ട്. കർത്താവ്, എൻ്റെ അവിശ്വസ്തകൾ മുഴുവൻ ക്ഷമിക്കണമേ കർത്താവ്. യെശയ്യാവിൻ്റെ ലൈഫിനകത്ത് ദൈവത്തിൻ്റെ തേജസ് കണ്ടപ്പോൾ, മഹത്വം കണ്ടറിഞ്ഞപ്പോൾ അവന് മനസ്സിലായൊരു കാര്യമുണ്ട്. ഞാൻ അശുദ്ധനായ മനുഷ്യനാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ആരെനിക്ക് വേണ്ടി പോകും? ഞാൻ പോകാം കർത്താവേ. ഒരു നിമിഷം കൂടെ കരങ്ങളൊക്കെ ഒന്ന് മലർത്തി പിടിച്ച് താഴ്മയെ പറഞ്ഞ യേശുവേ, എന്നെ അതിനായി താഴ്ത്തുന്നു. പരിശുദ്ധാത്മാവ് എന്നെ അതിലേക്ക് നയിക്കണേ. ആടിയേനിതാ ദേവാ, ആടിയേനിതാ ദേവാ, ആടിയേനിതാ ദേവാ, ആടിയേനിതാ. Here I am, Lord. Here I am.
കർത്താവ് നല്ല സമയത്ത് ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. അല്പസം അങ്ങേ പാടി ബോധ്യപ്പെടുത്താൻ തന്നെ കുറിപ്പിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ പാടിയതുപോലെ അങ്ങെപ്പോലെ ആരുമില്ല കർത്താവ്. നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന, ഞങ്ങളുടെ വേദനകളെ ചുമക്കുന്ന നല്ല സഖിയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ്. അങ്ങ് ഞങ്ങളെ വിളിച്ചതും ഉന്നത വിളിയാണല്ലോ കർത്താവ്. അബ്രഹാമിനെ, ഇസാക്കിനെ, യാക്കോബിനെ അനുഗ്രഹിച്ച കർത്താവ്, ഞങ്ങളെയും അനുഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ആത്മാവിൻ നടക്കുവാനാണല്ലോ വിളിച്ചത്. ഞങ്ങളതിന് നന്ദി പറയുന്നു. ഇത് രാത്രി കർത്താവ് ഒരു സൈന്യമായി എഴുന്നേൽപ്പാൻ ഞങ്ങളുടെ ജനത്തെ ഞങ്ങളെ ബലപ്പെടുത്താൻ ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധമാവൻ, ഞങ്ങൾ ബലഹീനരാണ്. ഞങ്ങളുടെ ബുദ്ധി കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഞങ്ങൾക്കൊന്നും കഴിയില്ല. അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധമ്മൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മാനമഹത്വം പിതാപുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ നൽകുന്നു. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ മീറ്റിംഗിൽ ക്ഷണിച്ച പ്രിയ മാഗി പാസ്റ്ററോട് നന്ദി അറിയിക്കുന്നു. മറ്റ് അഭിഷിക്ത മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ഓൾ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ഇന്ന് നമ്മുടെ മധ്യയിൽ നമുക്ക് വേണ്ടി ഒരുക്കിയ ഹാലിലെ സ്വതം പാസ്റ്റർ ഷാജി ഓർ പാസ്റ്ററിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ഹാലസ്വം. ദൈവം ദേവദാസനെ ദൈവം ധാരാളമേ അനുഗ്രഹിക്കട്ടെ. ഹാലസ്വത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടേണ്ടത് ഒന്ന് പരിശുദ്ധാത്മാവിനെയാണ്. ഹാലസ്വത്രം. നമ്മുടെ ശുശ്രൂഷയിൽ ഹാലസ്വത്രം നമ്മൾ പ്രസംഗിക്കുന്നതിലൊക്കെയും ക്രിസ്തുവിനെ ഉയർത്തുക നമ്മൾ ചെയ്യേണ്ടത്. ഹാലസ്വം. ഇവിടെ പ്രിയ ദിവസം പാടിയ പോലെ ഹാലസ്വത്രം. ഹാലസ്വം. എൻ്റെ നിലവുകളെ മാറ്റി എഴുതുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യർക്ക് ആർക്കും നമ്മുടെ നിലവുകളെ മാറ്റി എഴുതാൻ കഴിയത്തില്ല. സ്വർഗത്തിൽ ദൈവത്തിന് നമ്മുടെ നിലവുകളെ മാറ്റി എഴുതാൻ കഴിയും. അതാ ദാവീദ് പറഞ്ഞിരിക്കുന്നത്, ഹാലസ്, നീ വലിയവനും അത്ഭുതം പ്രവർത്തിക്കുന്നവനും നീ മാത്രം ദൈവമാണ്. കണ്ടോ, നീ മാത്രമായ ഒരു ദൈവം. ആ ദൈവത്തിന് മാത്രമേ നമ്മുടെ നിലവുകളെ മാറ്റാൻ കഴിയത്തുള്ളൂ. ഹാലലിയ സ്തോത്രം. നമ്മളെ ഹാലലിയ സ്തോത്രം ഒരുക്കിയെടുത്ത് ദൈവത്തിന് ഹാലലിയ സ്തോത്രം പ്രയോജനമുള്ള ഫലം കായ്ക്കുന്നവരെ മാറ്റണമെങ്കിൽ ഹാലസ്തോത്രം പ്രിയപ്പെട്ടവരെ ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നെത്തണം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച പ്രിയ ദേവദാസൻ ഒരിക്കൽ കൂടെ കർമ്മേൽ ഫെലോഷിപ്പിന്റെ എൻ്റെ വ്യക്തിപരമായുള്ള നന്ദി ഞാൻ ദൈവനാമത്തിൽ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേക ഇടങ്ങളിൽ ദേവദാസനെ ശക്തമായിട്ട് ദൈവം നിർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മധ്യയിൽ പാസ്റ്റർ USA മാത്യുപ്പിൽ പാസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ദേവദാസൻ ജോയിൻ ചെയ്തു. ദേവദാസനെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേക ഹാലസുദം എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. പ്രിയ ഇതിന്റെ അഡ്മിൻ ആയിരിക്കുന്ന സിസ്റ്റർ ഇസ്രായേൽ ഹാലസുദം സിസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇതിന്റെ അവസരം ഒരുക്കി തരുന്നതിന് ഹാലസുദം. അതുപോലെ പ്രിയ മാത്യു ചക്കവാങ്കോൾ, ഷെറിൻ ഹാലലിയ സ്തോത്രം, മോണി ആന്റി ഹാലലിയ സ്തോത്രം. നമ്മുടെ വീഡിയോ ഓൺ ചെയ്യാന്നുള്ള എല്ലാം വേഗത്തിൽ ഓൺ ചെയ്യണം. ഹാലലിയ സ്തോത്രം. പ്രിയ അന്നക്കണ്ട അമ്മച്ചി, ജെഫിന ചായൻ ഹാലലിയ സ്തോത്രം. എല്ലാവരെയും ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. നമുക്ക് ഇന്ന് ഹാലലിയ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുന്നുണ്ട്. ദിവസം സമയം കൊടുക്കണം. ഹാലലിയ സ്തോത്രം. പ്രത്യേക നമ്മൾ പുതുവർഷത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ നിലവുകളെല്ലാം ദൈവം മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അവസ്ഥകളെല്ലാം ദൈവം മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹാലലിയ സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കാൻ പോവുകയാണ്. ചുരുക്കം വാക്യത്തിൽ തന്നെ പ്രാർത്ഥിച്ച് പ്രിയ ദേവദാസനെ സമയം നമ്മൾ അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഹാലലിയ സ്തോത്രം. പ്രത്യേകം നമ്മുടെ കർമ്മയിൽ പ്രയർ ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതിനായിരിക്കുന്ന ഗ്രേസിസ്റ്റിനെയും കുടുംബത്തെയും കൃപയും കിച്ചുവിനെയും ഹാലലിയ സ്തോത്രം അവരായിരിക്കുന്ന ഇടങ്ങളിൽ പ്രിയ ബേബിച്ചാനെയും ഓർത്ത് പ്രാർത്ഥിക്കുക. കർമ്മയിൽ മിനിസ്ട്രി ധാരാളമായി അനുഗ്രഹിക്കുവാൻ പ്രത്യേക ഗ്രേസിസ്റ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഹാലലിയ സ്തോത്രം. പ്രത്യേക കർമ്മയിൽ കയറുന്ന എല്ലാ ദേവദാസന്മാരും എല്ലാ കുടുംബങ്ങളെയും ഇന്ന് നടക്കുന്ന വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഓസ്റ്റിനെ ഇന്ന് ജോയിൻ ചെയ്യുന്ന പ്രിയ മാത്യു പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അനുഗ്രഹപ്പെട്ട വചനങ്ങൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്ത് നമ്മുടെ കർമ്മയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഓർത്തെ, എല്ലാ ദിവദാസന്മാരെയും ഓർത്തെ, എല്ലാ വർഷിപ്പ് ചെയ്യുന്ന ലീഡ് ചെയ്യുന്ന എല്ലാവരെയും ഓർത്തെ ചുരുക്കം വാക്യത്തിൽ ഹാലലിയ പ്രിയ ഗ്രേസ് സിസ്റ്റർ പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേൽ പ്രയറിലുള്ള എല്ലാ കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാൽവറി കൂടി ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഇടവാഴ്ത്തപ്പെട്ട സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ശനിയാഴ്ചയുടെ രാത്രിയുടെ യാപത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ അപ്പച്ച, ഈ 2026 ആദ്യത്തെ ശനിയാഴ്ചയുടെ രാത്രികാലം കർത്താവേ വിവിധ ടൈം സോണിൽ ഇരുന്നുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ ഇന്ന് രാത്രി കാലം കേട്ടതുപോലെ അടിയനിതാ എന്ന് കർത്താവേ അപ്പച്ച ഞങ്ങളെ തന്നെ ഇന്ന് രാത്രി അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുക. കർത്താവേ രാത്രി കാലം ഞങ്ങളുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവേ അങ്ങുലാവുന്നത് ഓർത്ത് നന്ദിയോട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ അപ്പാ യേശുവേ ഹല്ലേലൂയ. കഴിഞ്ഞ 3 കാലം രാത്രിയുടെ യാമങ്ങൾ കർത്താവേ ഞങ്ങളുടെ
ജീവിതത്തിൽ കടന്നുപോയപ്പോൾ കർത്താവേ അപ്പ 2026 കർത്താവേ ഞങ്ങളെ ശ്രേഷ്ഠമായി നടത്തുന്ന വൻ കൃപയ്ക്കായി സ്തോത്രം 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 കർത്താവേ. ഞങ്ങൾക്ക് തന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി, ബലത്തിനായി, സൗഖ്യത്തിനായി, എല്ലാറ്റിനുമായി കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളെ വിളിച്ച വിളി കർത്താവേ ഉന്നത വിളിയാണല്ലോ കർത്താവേ. ഞങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാം വണ്ണം കർത്താവേ ഫലം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രപ്പാ സ്തോത്രം. ഇന്ന് രാത്രി കാലം കർത്താവെ കർമ്മേൽ ഓടിക്കയറിയ പ്രിയപ്പെട്ടവരെല്ലാം കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർമ്മേലുള്ള എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടണം കർത്താവെ. അവരെല്ലാം അത്ഭുതമായി മാറണം കർത്താവെ. അപ്പച്ച കർത്താവേ ഞങ്ങൾ ഭൗതികം മാത്രമല്ല അപ്പച്ച, ഞങ്ങൾ ആത്മാവിൽ വളരുവാൻ, ആത്മീകമായത് കർത്താവെ ചിന്തിക്കുവാൻ, ആത്മീകമായത് കർത്താവെ അപ്പച്ച ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഫലം കായ്ക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. 2-3 പേർ അങ്ങയുടെ നാമത്തിൽ അവിടെ കൂടിയാലും അവിടെ മധ്യത്തിൽ ഞാനുണ്ട് എന്നുള്ള ചെയ്ത കർത്താവേ, ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് പറയുവാൻ കർത്താവേ, അങ്ങയുടെ മുഖം കണ്ട് ആരാധിപ്പാൻ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയവർ ലജ്ജിതരായിട്ടില്ലല്ലോ അപ്പ. ഇന്ന് രാത്രി കാലം അപ്പ ഹൃദയം ഞുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാ കർത്താവേ. അപ്പ ഇന്ന് രാത്രി കാലം ഹൃദയ ഞുറുക്കത്തോടെ വളരെ ഭാരത്തോടും വേദനയോടും കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. എന്നെ ഘട്ടത്തിൽ അമ്മച്ചി അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയ മാതാവ് കർത്താവെ ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെട്ടിരിക്കുന്നല്ലോ അപ്പ, പരിപൂർണമായ വിടുതലും സൗഖ്യവും ആരോഗ്യവും കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പ ഞാൻ അവരെ വചനമയച്ച് വിടുവിക്കുമെന്ന് അങ്ങയുടെ വചനമ കർത്താവെ. അതിവേഗത്തിലോടുന്ന വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ ഓരോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലെ ഹൈക്കുമാറാകണമേ കർത്താവെ. അപ്പ സ്തോത്രം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ തന്നെയാ. അടിപ്പിണരാലുള്ള സൗഖ്യം കർത്താവെ ഞങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന്, രക്ഷിപ്പാനും പിടിപ്പാനും ശക്തനായ കർത്താവേ. അങ്ങയുടെ കരം കുറുതായിട്ടില്ലല്ലോ അപ്പ, കേൾപ്പാൻ കഴിയാതെ കൊണ്ട് അങ്ങയുടെ ചെവി മന്ദമായിട്ടുമില്ലല്ലോ കർത്താവേ. അപ്പ ഇന്ന് രാത്രി കാല ഷെറിനെ ഓർക്കുന്നു, അങ്ങനെ അന്തോണി പയ്യനെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. എന്റെ ശരീരത്തിൽ ബലം കൊടുക്കണം, ആരോഗ്യം കൊടുക്കണം, തലച്ചോറിന്റെ എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും മാറ്റണം കർത്താവേ. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാ ക്യാൻസർ പേഷ്യൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റു വേദനകളാൽ വ്യാധികളാലൊക്കെ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവെ. കർമ്മേൽ കുടുംബം ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരണമേ അപ്പ. ഇന്ന് രാത്രി വർഷിപ്പ് ചെയ്ത പ്രിയ കർത്താവിന്റെ ദാസരെ കുടുംബവും അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പ ശുശ്രൂഷ മേഖലകളെല്ലാം കർത്താവ് ആദരിക്കണമേ അപ്പച്ച. ഇന്നത്തെ ഗാന ശുശ്രൂഷ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി തീർന്നല്ലോ. യൂട്യൂബുകൾ കൂടെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവെ ഈ മീറ്റിംഗ് ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പച്ച യേശുവേ സ്തോത്രം. അക്ഷരം കൊല്ലും ആത്മാവ് ജീവിപ്പിക്കുന്ന ശുശ്രൂഷ കർത്താവെ എന്റെ മകനിൽ കൂടെ ചെയ്തെടുക്കുവാൻ 2026 കർമ്മേലിൽ വന്നത് കർത്താവെ എന്റെ മകന്റെ കുടുംബത്തിന് ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. കുടുംബം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മർജിബേനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ശുശ്രൂഷകളെല്ലാം സ്വർഗം ആദരിക്കുന്നതിനായി സ്തോത്രം അപ്പ. അപ്പച്ച ഒരു പ്രവാചകണത്തിൽ എണ്ണപ്പെടുവാൻ തക്കാണ് സ്വർഗം കൃപ ചെയ്തതോർത്ത് സ്തോത്രം 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 കർത്താവെ. അപ്പച്ച എന്റെ കർത്താവെ പ്രാർത്ഥനാ വിഷയങ്ങളിലെല്ലാം ദൈവത്തിന്റെ മറുപടി കണ്ട് സന്തോഷിപ്പാനിടയാക്കണമേ. ഇന്ന് രാത്രി കാലം കർത്താവെ വചനവുമായി ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന കർത്താവിന്റെ അഭിഷക്തനെ കുടുംബം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. നിന്റെ മകനായിരിക്കുന്ന രാജ്യത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക കർത്താവെ. സ്തോത്രം സ്തോത്രം. ശുശ്രൂഷകളെ സ്വർഗത്തിലെ അപ്പാ കർത്താവെ വൻ കാര്യങ്ങളിൽ ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ സഹായിക്കണം കർത്താവെ. അപ്പച്ച 2026 കർത്താവെ ഇനി അനേക രാജ്യങ്ങൾക്ക് അനുഗ്രഹമാക്കി നിലവാർത്തി കർത്താവെ. അമേരിക്കയുടെ മണ്ണിൽ മാത്രമല്ല പച്ച, ഇതുപോലെ ഇസ്രായേലിന്റെ മണ്ണിൽ മാത്രമല്ല പച്ച, അനേക മീറ്റിങ്ങുകൾ പങ്കെടുക്കുവാൻ അനേകർക്കൊരാശ്വാസമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന രാത്രി കാലം അപ്പ ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവേ അപ്പ അയക്കപ്പെട്ട വചനം കർത്താവ് ഏതാത്മാവിൽ എഴുതി അതേ ആത്മാവിൽ നിന്റെ മകനിൽ കൂടെ കേൾക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ. ഞങ്ങൾ വെറുതെ പോകുന്നവരായിട്ടല്ല കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയമാകുന്ന നില ഒന്ന് ഒരുക്കി കർത്താവെ. അപ്പ അങ്ങയുടെ വചനം നല്ല നിലത്ത് വീഴുന്ന വിത്ത് പോലെ കർത്താവെ അത് ഞങ്ങളുടെ ഹൃദയമാകുന്ന വയലിൽ വീഴുമ്പോൾ കർത്താവെ അപ്പച്ച ലോകത്തിന്റെ ചിന്തകളോ കർത്താവെ മറ്റു പ്രതികൂലങ്ങളൊന്നും ഞെരുക്കിക്കളയാതെ വണ്ണം കർത്താവെ അത് 30, 60, 100 മേനിയായി കർത്താവ് ഫലം കായ്ക്കുക. അപ്പ ഞങ്ങൾ
ഞങ്ങളെ പിടിച്ച് തെരഞ്ഞെടുത്തത് കർത്താവെ. ഞങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും ഞങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനുമായി തീരുവാൻ ഈ 2026 കർത്താവെ ഞങ്ങൾ ഒരു വ്യത്യസ്ത നിലവാരത്തിലേക്കായി തീരുവാൻ ഓരോ അഭിഷക്തന്മാരിൽ കൂടെ കേൾക്കുന്ന വചനം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായ ദൈവകൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലത്തെ മീറ്റിംഗ് ഒരു അനുഗ്രഹമാക്കി തീർക്കണം, രാജ്യങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ അപ്പ. എല്ലാ അഭിഷിക്ത കുടുംബങ്ങളെ കഴിഞ്ഞ 4 വർഷക്കാലമായി ശുശ്രൂഷകളിൽ കർത്താവെ വന്ന വചനവും സംസാരിച്ചവരെ, ലീഡ് ചെയ്തവരെ, പ്രാർത്ഥിച്ചവരെ കർത്താവെ അപ്പ, പാട്ടുപാടിയ എല്ലാ പ്രിയപ്പെട്ടവരെ, ക്ഷമയോടെ ദൈവസന്നിധിയിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രതിഫലം കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ വീതിച്ചു കൊടുക്കുന്ന പരിശുദ്ധാത്മാവേ അങ്ങ് കർത്താവെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രതിഫലമുണ്ടല്ലോ. യഹൂദയെ ഞാൻ എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വചനമാ കർത്താവെ. ഈ 2026 കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കൊയ്തെടുത്ത് ഞങ്ങൾക്കുള്ളത് കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും പ്രാപിച്ചെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിക്കണമേ. ഞങ്ങൾ അല്പസമയം ഞങ്ങളുടെ പാദപീഠത്തിൽ ഇരിക്കട്ടെ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാകുമ്പോൾ വിശ്വസിക്കുന്ന നമുക്കത് ദൈവശക്തിയായി വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിരിക്കുമ്പോൾ ഞങ്ങളോടെല്ലാം സംസാരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കണം. നെറ്റിന്റെ യാതൊരുവിധ തടസ്സം ഉണ്ടാകല്ലേ. ദേവദാസിനെ കുടുംബമായി അങ്ങയുടെ മണ്ണിലിരുന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ അവരുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടൊപ്പന്റെ കരങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ കുറവ് ഇന്നത്തെ അനുഗ്രഹത്തിന് തടസ്സമാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുടെ മധ്യത്തിലുണ്ടപ്പ. എല്ലാ സ്തോത്രത്തോടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ ഇറക്കി വയ്ക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ട് മറുപടി തരാൻ പോകുന്ന വൻ കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. സകലവും അങ്ങയുടെ നാമമഹത്വമായി തീരണം. പ്രാർത്ഥന കേട്ട് ഇരിക്കാൻ സ്തോത്രം. സകലം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്ന കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പ്രാർത്ഥന സ്തോത്രം ചെയ്യാൻ പ്രാർത്ഥിച്ച് സഹായിച്ച പ്രിയ ഗ്രേസ് സിസ്റ്ററിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതിനിടയിൽ പ്രാർത്ഥിക്കാൻ പ്രിയ സിസ്റ്ററിനെ ദൈവം ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. പ്രിയ കത്തദാസിനെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. ഹാലിൽ സ്തോത്രം. USA എന്നാണ് ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് പ്രിയ മാധ്യപിൽ പാസ്റ്റ് കടന്നു വന്നിരിക്കുന്നത്. ഹാലിൽ ഞങ്ങൾ ദിവസങ്ങൾ മാസങ്ങൾ സ്തോത്രം ഞങ്ങൾ പരിചയപ്പെട്ട നാളുകൾ മുതൽ കത്തദാസിന്റെ പുറകെ തന്നെയായിട്ട് പാസ്റ്റർ എനിക്കൊരു ടൈം തരണം മാറ്റിവെച്ച് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന ആലസ്വതം ദിവോചനം കടന്നു വന്ന് പറയാൻ കാണിച്ച ഈ വലിയ മനസ്സിനെ ഞാൻ എൻ്റെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള നിമിഷം പ്രിയ ദിവദാസിനെ ദിവോചനത്തിലേക്ക് ശുശ്രൂഷ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശബ്ദം ക്ലിയർ ആണോ? അതെ അതെ. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധമായ പാദപീഠത്തിൽ പ്രാർത്ഥനയ്ക്കും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവജന ധ്യാനത്തിനുമായി കൂടി വരുവാൻ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവം നമുക്ക് നൽകിയ നല്ല സന്ദർഭത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. പാസ്റ്റർ മാർജി മാത്യു പല പ്രാവശ്യം ക്ഷണിച്ചെങ്കിലും ഞങ്ങൾ രണ്ടുപേരെയും കൂടെ സമയം ഒത്തു വന്നത് ഇപ്പോഴാണ്. അങ്ങനെ ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാനും വളരെ സന്തോഷിക്കുന്നു. പ്രാരംഭമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഗാനശുശ്രൂഷ നിർവഹിച്ച പാസ്റ്റർ ഷാജി ജോൺ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളരെ ആരാധനയുടെ വലിയ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ പകരുന്ന നിലയിലുള്ള ആരാധന ലീഡ് ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിച്ചു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മുടെ മധ്യ ടാലന്റഡ് ആയിട്ടുള്ള ഒത്തിരി യൗവനക്കാരെ കർത്താവിന് വേണ്ടി അവർക്ക് സമയം വേർതിരിപ്പാനും ഒക്കെ അവർക്ക് കൊടുക്കുന്ന ഉത്സാഹത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൽ പ്രിയ സിസ്റ്റർ അന്ന കണ്ടത്തിൽ പ്രിയ ആൻറ്റി ഉള്ളത് ഓർത്ത് പ്രത്യേകം സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ ദാസിയെ എനിക്ക് വളരെ ദീർഘവർഷങ്ങളായിട്ട് അറിയാം. ദൈവദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ കേരളത്തിൽ 2013 വരെ ചർച്ച് ഓഫ് ഗോഡ് സഭയോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു ദൈവദാസനാണ്. ഏതാണ്ട് 21 വർഷം ഞാൻ പാലക്കാട് താമസിച്ച് പാലക്കാട് ഒരു സഭ ആരംഭിച്ച് അവിടെ മറ്റ് ബ്രാഞ്ച് ചർച്ചുകളൊക്കെ പാലക്കാട് സിറ്റിയിൽ തുടങ്ങി. അതിന് പല ജില്ലയുടെ പല ഭാഗങ്ങളിൽ തുടങ്ങി. അങ്ങനെ
പാലക്കാടായിരുന്നു. അതിനു മുമ്പ് നോർത്ത് ഇന്ത്യയിൽ ചില വർഷങ്ങൾ പ്രവർത്തിച്ചു. 2013 ഞാൻ അമേരിക്കയിൽ എത്തുന്നത്. ഇവിടെ വന്ന സമയം മുതൽ ഹ്യൂസ്റ്റണിലുള്ള ഹ്യൂസ്റ്റൺ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു സഭയുണ്ട്. ആ സഭയുടെ പാസ്റ്ററായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. ദൈവം സഹായിച്ചു, അനുഗ്രഹിച്ചു. എൻ്റെ ഭാര്യ ജോയ്സി, 2 കുഞ്ഞുങ്ങൾ. മൂത്ത മകൾ ഷാരൻ വാഹിദയാണ്, ഇളയ മകൻ അലൻ, അവൻ ജോലി ചെയ്യുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ നിങ്ങളോടൊക്കെ ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വചനവുമായി അടുത്തു വരാൻ ലഭിച്ചതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ദൈവവചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് നമ്മളെ ചൈതന്യപ്പെടുത്തുന്നതാണ്. നമ്മുടെ ഏതൊരു പ്രയാസങ്ങളിലും നമ്മൾ ദൈവവചനത്തിലേക്ക് ഒന്ന് അടുത്തു വരുമ്പോൾ അത് വലിയ ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ പകരും. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് 2 കൊരിന്ത്യർ 1 അധ്യായത്തിലേക്ക് ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 2 കൊരിന്ത്യർ 1 അധ്യായം, അതിൻ്റെ 3 വാക്യം. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. മതി. സ്തോത്രം. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ തനിക്ക് വലിയ കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സന്ദർഭമാണ്. എഫെസോസിൽ വെച്ചുണ്ടായ വലിയ കഷ്ടം, ഇതെല്ലാം തന്നെയുമല്ല, ഈ കൊരിന്ത്യയിലാണെങ്കിലും പൗലോസിനെതിരെ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എഫെസോസിൽ ശാരീരികമായ കഷ്ടങ്ങൾ, എന്നാൽ സ്വന്തം സഭയിൽ അല്ലെങ്കിൽ താൻ സ്ഥാപിച്ച സഭയിൽ നിന്നൊക്കെ അവിടെയും മാനസികമായ പീഡനങ്ങൾ. തന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്നു, തനിക്കെതിരായി നിൽക്കുന്നു. ആ കാലത്തെ അപ്പോസ്തലന്മാർക്കെതിരെ അങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പൗലോസിനെ പോലെയൊക്കെയുള്ള ഒരു മരിച്ചവർ വരെ ഉയർത്തെഴുന്നേറ്റ തരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവവൃത്തിനെതിരെ ഒക്കെ സംസാരിക്കുന്ന, അവരെയും ചോദ്യം ചെയ്യുന്ന, അപ്പോസ്തലത്തെ ചോദ്യം ചെയ്യുന്ന ഒക്കെ സ്ഥിതി നമ്മൾ കാണുമ്പോൾ എല്ലാ കാലത്തും സഭയെ തകർക്കുവാനുള്ള പിശാചിന്റെ തന്ത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം, ബാഹ്യവും ആന്തരികവുമായ പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ അവിടെ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്ന സമയത്ത് പൗലോസ് ഈ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് നാം ആരംഭിക്കുന്നത്. ഒരു ഡോക്സോളജിയോടുകൂടെ ആരംഭിക്കുക. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിന്റെ ഏതൊരു പ്രതിസന്ധിയിലും പൗലോസ് പഠിച്ചൊരു പാഠമുണ്ട്. പ്രതിസന്ധികൾ എന്തു വന്നാലും അതിനെയൊക്കെ, ഈ പ്രതിസന്ധികളെ കുറിച്ച് ഒരുപാട് പറയുന്നതിനേക്കാൾ കൂടുതൽ, ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ കാര്യങ്ങൾക്കെല്ലാം മാറ്റം വരും. ഹല്ലേലൂയ. പ്രയർ ആൻഡ് പ്രൈസ് ചേഞ്ചസ് തിങ്സ്. കാര്യങ്ങളെ, പ്രാർത്ഥനയും സ്തുതിയും കാര്യങ്ങളെ മാറ്റിമറിക്കും. ഹല്ലേലൂയ. ഒരു ദൈവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോൾ 3 കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, റിമെമ്പർ വാട്ട് ഗോഡ് ഈസ് ടു യു. ദൈവം നിനക്ക് ആരാണെന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ.
2, റിമെമ്പർ വാട്ട് ഗോഡ് ഡസ് ഫോർ യു. ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്യുന്നെന്ന് നീ എന്ത് ചെയ്യണം? ചിന്തിക്കണം. 3, റിമെമ്പർ വാട്ട് ഗോഡ് ഡസ് ത്രൂ യു. നമ്മിലൂടെ ദൈവം എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. ദൈവം നമുക്ക് ആരാണെന്ന് ചിന്തിക്കണം. ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കണം. 3, ദൈവം നമ്മിലൂടെ എന്ത് ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ പൗലോസിന് ഈ കാര്യങ്ങളിലൊക്കെ നല്ല ഒരു ഉറപ്പുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് പൗലോസ് അവിടെ താന് ദൈവത്തോട് ഈ ഒരു ലേഖനം എഴുതുമ്പോൾ തന്നെ താൻ പറയുന്നത്, മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് താൻ ഇത് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ തൻ്റെ സാഹചര്യങ്ങളെ കുറിച്ചല്ല താൻ പാടുന്നത്, നേരെ മറിച്ച് സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യുവാൻ, ഏത് സാഹചര്യങ്ങളെയും കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ദൈവത്തെ കുറിച്ചാണ് പാടുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്ക് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകാം. ആ പ്രശ്നങ്ങളുടെയൊക്കെ മധ്യത്തിൽ ഈ പ്രശ്നങ്ങളിലേക്ക് നോക്കുന്നതിനേക്കാൾ കൂടുതൽ, ഹല്ലേലൂയ, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ദൈവത്തിലേക്ക് നോക്കുവാൻ, ദൈവത്തെ കുറിച്ച് പാടുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ദൈവത്തിന്റെ ശക്തിയുള്ള കരം ആ പ്രശ്നങ്ങളുടെ മധ്യ ഇറങ്ങി വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെട്ട് ആ ഭയം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളുടെ നോട്ടം ഒന്ന് പിൻവലിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ അറ്റൻഷനൊക്കെ ആ ഒരു അതിൽ നിന്നൊന്ന് മാറിയിട്ട്, ദൈവത്തിന് സ്തോത്രം, അവിടെ നിന്ന് ദൈവത്തിങ്കിലേക്കൊന്ന് നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിവുള്ള ദൈവം അവിടെ വെളിപ്പെടുവാനിടയായി തീരും. നമുക്കറിയാം, പത്രോസ് കടലിൽ മേൽ നടന്ന സംഭവം നമുക്കറിയാം. പത്രോസ് കടലിൽ മേൽ നടന്ന സംഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം കടലിൽ മേൽ നടക്കുക എന്ന് പറഞ്ഞാല് അത് പ്രായോഗികമായിട്ട് വലിയ പ്രയാസമുള്ള കാര്യമാണ്. പത്രോസ് ശിഷ്യന്മാരൊന്നും ഒരിക്കലും അങ്ങനെ നടന്നിട്ടുണ്ടാകത്തില്ല. അവരെല്ലാം മുക്കുവന്മാരും കടലിൽ പോയി പരിചയമുള്ളവരാണെങ്കിലും കടലിൽ മേൽ നടന്ന അനുഭവം ഉണ്ടാകത്തില്ല. എന്നാൽ വളരെ വലിയ കാറ്റും കോളും എല്ലാം അടിച്ച് അങ്ങ് തിരകളാൽ അങ്ങ് വലഞ്ഞിരിക്കുമ്പോഴാണ് ആ 4-ാം യാമത്തിൽ അവിടെ കർത്താവ് കടന്നു വരുന്നത്. ആദ്യം അവര് അത് ഭൂതമാണ് എന്ന് ചിന്തിച്ചു. പലപ്പോഴും ഇങ്ങനെയാണ്, ഒരു അത്ഭുതം കണ്ടാൽ ഉടനെ പലരും അത് ഭൂതമാണ് എന്ന് പറയുന്ന, അത്ഭുതം എന്നത് കണ്ടാൽ ഉടനെ അത് ഭൂതം എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്. ഒരുപക്ഷെ ഈ മുഖ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കടൽ ഭൂതങ്ങളിലൊക്കെ ഉള്ള വിശ്വാസം കുറച്ച് കൂടുതലല്ല. കാരണം അവരിങ്ങനെ കടലിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ചില അന്ധവിശ്വാസങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി അവരുടെ കർത്താവ് കടലിന്മേൽ നടന്നു വന്നവനാണ്. അല്പം മുമ്പ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവന് ഈ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കടൽമേൽ നടന്നു വരാൻ കഴിയും എന്ന് വിശ്വസിക്കേണ്ട സ്ഥാനത്ത് അവര് പെട്ടെന്ന് അതിനേക്കാളും വിശ്വാസം ഭൂതം വരുമെന്നുള്ളതായിരുന്നു എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ അങ്ങനെയൊക്കെയുള്ള, അതായത് ദൈവത്തെ നമ്മൾ എത്ര അടുത്തറിയുമ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമ്മുടെ അടുത്തു വരുന്ന
ആ ദൈവത്തെ മനസ്സിലാക്കുവാൻ പലപ്പോഴും നമ്മൾ ആ ദൈവത്തിന്റെ ആ പ്രവൃത്തിയെ കാണുവാൻ, ആ ദൈവം നമ്മുടെ വിഷയങ്ങളിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുവാൻ, ആ ദൈവത്തിന്റെ കരം നമുക്കായി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ വിമുഖത കാണിക്കുന്ന ഒരു പോരായ്മ നമുക്കുണ്ട്. എന്തായാലും ഹല്ലേലൂയ, ഇത് കർത്താവാണ് തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസിനൊരാഗ്രഹം കടലിന്മേൽ ഒന്ന് നടക്കണമെന്നുള്ളൂ. ഈ കടലിൽ മേൽ നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം അവർക്ക് എത്ര കാറ്റും കോളും അടിക്കുമ്പോഴും, എത്ര ഈ പടക് തല ഇങ്ങനെ വാടി ഉലയുമ്പോഴൊക്കെ അവർക്ക് ഉള്ളതായ ഒരു ആശ്രയമാണ് ഈ പടകെന്ന് പറയുന്നത്. ഒരു കപ്പൽ ഛേദമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അപകടമോ സംഭവിക്കുമ്പോൾ അവര് ഏറ്റവും കുറഞ്ഞത് ഒരു ചെറിയ പലക കഷണമെങ്കിലും കിട്ടിയാൽ, ഇത് ഉടഞ്ഞു പോയ പടകിന്റെ ഒരു പലക കഷണം കിട്ടിയാൽ ആ കഷണം പോലും കൈവിടാതെ ആ പലക കഷണത്തെ പിടിച്ചു കിടക്കുക എന്നുള്ളതാണ് പൊതുവെ ഇങ്ങനെയുള്ള രംഗങ്ങളിൽ ഉണ്ടാകുന്ന അവരുടെ ഒരു രീതി. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഒരു കച്ചിത്തുരു മുങ്ങിച്ചാകാൻ പോകുന്നവൻ എന്ത് ചെയ്യും? ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ അതേലും പിടിക്കും. നമുക്കറിയാം ആ ഒരു അവസ്ഥ. അങ്ങനെയുള്ളപ്പോൾ കർത്താവ് പറയുകയാണ്, നീ ഇങ്ങോട്ടേക്ക് പോരാ എന്ന് പറഞ്ഞാൽ നിനക്ക് ഇപ്പോ ഉള്ള പടകും കൂടെ, ഇപ്പോ ഉള്ള ഈ പടകൂടെ അങ്ങ് വിട്ടു, എന്നിട്ട് നീ ഇങ്ങോട്ട് വാ എന്ന് പറയുക. അപ്പൊ ഉള്ള ആശ്രയം കൂടെ നഷ്ടപ്പെടുത്തി വെള്ളത്തിലോട്ട് ഇറങ്ങണം എന്ന് പറയുമ്പോൾ അത് വലിയ പ്രയാസകരമായ ഒരു കാര്യമാണ്. വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് പലപ്പോഴും അങ്ങനെ. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു കാല് മുന്നോട്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ഈ പടകേന്ന് കടലിലോട്ട് ഇറങ്ങുന്ന ആ ഭാഗം ഒരു കാലിങ്ങനെ അങ്ങോട്ട് നീട്ടി വെക്കാൻ പറ്റും. അടുത്ത കാല് പടകേന്ന് എടുക്കണമെങ്കിൽ അത് വളരെ പ്രയാസമാണ്. ഹല്ലേലൂയ. ആഴമെന്തെന്നറിയാത്ത ആഴിയുടെ പരപ്പിലേക്ക് രണ്ട് കാലൂടെ ഒന്ന് എടുത്തു വെക്കണമെങ്കിൽ ആ ഒരു കാല് പടകിൽ നിന്ന് ഇങ്ങോട്ട് രണ്ടാമത്തെ കാല് പറിച്ചെടുക്കാൻ പാടുവരും. ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചോട്ടെ, എങ്ങനെയാ പത്രോസ് ഇറങ്ങിയെന്ന്. പത്രോസ് ഇറങ്ങിയത് ഒറ്റ ഒരു കാര്യമുള്ളൂ. പത്രോസ് താഴോട്ട് നോക്കിയില്ല, യേശുവിന്റെ മുഖത്തോട്ട് നോക്കി. ഹല്ലേലൂയ. യേശു ഇങ്ങോട്ട് വായെന്ന് പറഞ്ഞപ്പോൾ ആ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി അവൻ അടുത്ത കാലും വെച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഒക്കെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് ഇങ്ങനെ അല്ലായിരുന്നോ? ഹല്ലേലൂയ. നമ്മൾ താഴോട്ട് നോക്കിയിരുന്നെങ്കിൽ, സാഹചര്യങ്ങളെ നോക്കിയിരുന്നെങ്കിൽ, പ്രശ്നങ്ങളെ നോക്കിയിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇറങ്ങുമായിരുന്നോ? ഹല്ലേലൂയ. നമ്മൾ ഇറങ്ങിയത് ഒറ്റ ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ടാ, അത് നമ്മുടെ കർത്താവാ. ഹല്ലേലൂയ. നമ്മൾ ഇറങ്ങിയതിന്റെ ഒരേ ഒരു കാരണമേ ഉള്ളൂ, അവന്റെ വചനം കേട്ട. ഹല്ലേലൂയ. സ്തോത്രം. അവന്റെ വചനം കേട്ട് ഇറങ്ങി, അവന്റെ മുഖത്ത് നോക്കി ഇറങ്ങി. അതാണ് വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അബ്രഹാം ഇറങ്ങിയ ഇറക്കമാത്. അബ്രഹാം ഇറങ്ങിയത് എങ്ങനെ ഇറങ്ങിയേ? എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ഹല്ലേലൂയ. അവന് കൈ മുതലായി ഉണ്ടായിരുന്നു, ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ദൈവമാണ് പറയുന്നതെന്നുള്ള ഉറപ്പ്. ഹല്ലേലൂയ. പ്രിയ ആന്റി അന്നാ കണ്ടത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. അവന്റെ മുഖത്ത് നോക്കി. ഓരോരുത്തരും ജീവിതത്തിൽ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ വെച്ചത് അങ്ങനെ. ഹല്ലേലൂയ. പക്ഷെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ പ്രശ്നം ഉണ്ടാകുന്നത്. മുന്നോട്ട് നീങ്ങി ജീവിതത്തിന്റെ നേരെ പലപ്പോഴും പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് തിരമാലകൾ അടിച്ചപ്പോൾ, പ്രശ്നങ്ങൾ തലയ്ക്ക് മീതെ കവിഞ്ഞപ്പോൾ
ഹല്ലേലൂയ. നേരത്തെ നോക്കിയ നോട്ടമുണ്ടല്ലോ, അതെവിടെയൊക്കെയോ മാറിപ്പോകുക. ഹല്ലേലൂയ. നേരത്തെ കർത്താവിലേക്ക് നോക്കിയാണ് ഇറങ്ങിയെങ്കിൽ ഇന്ന് പ്രശ്നങ്ങളിലേക്ക് നോക്കി പോവുക. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പാലക്കാട് പ്രവർത്തിക്കും, എനിക്കറിയാം. അവിടെ ഒത്തിരി കർത്താവിനെ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ കർത്താവിലേക്ക് വന്ന ഒരു സ്ഥലമാണ്. വളരെ വളരെ അക്രൈസ്തവ പശ്ചാത്തലങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട ആളുകൾ വരുന്നത് എനിക്ക് നേരിട്ട് അനുഭവിപ്പാനും കാണാനൊക്കെ കഴിഞ്ഞു. നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന അത്ഭുതങ്ങളാണ് അവരുടെ ജീവിതത്തിൽ. നമ്മുടെ പ്രാർത്ഥനയുടെ മിടുക്കോ വലിപ്പമോ ഒന്നുമല്ല, ദൈവത്തിന്റെ അവരെ കുറിച്ചുള്ള പ്ലാനാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇങ്ങനെ ദൈവം അവിടെ ആളുകൾ മുമ്പോട്ട് വരുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഈ രോഗം വന്നതുകൊണ്ടോ, ഈ കടഭാരം വന്നതുകൊണ്ടോ, ഈ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടൊന്നും അല്ല നിങ്ങൾ കർത്താവിൽ കണ്ടത്. ഇതുകൊണ്ടൊന്നുമല്ല നിങ്ങൾ കർത്താവിനെ അറിഞ്ഞത്. ഹല്ലേലൂയ. എത്രയോ പേര് രോഗം വന്നവര് മരിച്ചുപോയി. എത്രയോ കടഭാരം വന്നവര് പലരും ആത്മഹത്യ ചെയ്തു. എന്നാൽ നിങ്ങൾ കർത്താവിനെ കണ്ടത് നിങ്ങളെ ദൈവം കണ്ടതുകൊണ്ടാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ടാ, ദൈവത്തിന്റെ സ്നേഹത്തോട് നിങ്ങൾ പ്രതികരിച്ചതുകൊണ്ടാ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അതൊരു മുഖാന്തരം മാത്രമേ ഉള്ളൂ. അതൊരു മുഖാന്തരം മാത്രമേ ഉള്ളൂ. അത് കർത്താവിലേക്ക് നിങ്ങൾ അടുത്തു വരുന്നൊരു കാരണമാണ്, സത്യമാണ്. പക്ഷേ ഹല്ലേലൂയ, അതിലൂടെ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രശ്നങ്ങളൊന്നും വരത്തില്ലെന്നല്ല. എന്നാൽ ഈ പ്രശ്നങ്ങൾ ഹല്ലേലൂയ ജീവിതത്തിൽ നേരത്തിനേക്കാൾ അധികം ചിലപ്പോൾ വന്നെന്ന് വരാം. എന്നാൽ ഇതിന്റെ എല്ലാം മധ്യത്തിൽ നമുക്കൊരാശ്രയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു കർത്താവുണ്ട്, നമുക്കൊരു ദൈവമുണ്ട്. അവന്റെ മുഖത്തുനിന്ന് നോട്ടം മാറാൻ പാടില്ല. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകണം. അപ്പൊ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് പ്രശ്നങ്ങളിലേക്കല്ല നോക്കേണ്ടത്, പ്രശ്നങ്ങളെ കുറിച്ചല്ല പാടേണ്ടത്, പ്രശ്നങ്ങളെയല്ല വലിപ്പമായി കാണേണ്ടത്. ആ പ്രശ്നങ്ങളെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവനായ നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സർവശക്തനാണ്. കാറ്റിനെയും കടലിനെയും ഒക്കെ നിയന്ത്രിച്ചപ്പോൾ അവിടെ പ്രൂവ് ചെയ്തു അവന് പ്രകൃതി ശക്തിയുടെ മേൽ അധികാരമുള്ളവന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത്രയും നാൾ ഈ കാറ്റും കോളും കണ്ടൊക്കെ ഇതെന്താണ് എന്ന് ചോദിച്ചവൻ വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചവരാണ് പിന്നെ ഇവൻ ആരെന്ന് ചോദിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ഗോഡ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സ്തോത്രം, ഇതുവരെ ഇതെന്താണെന്ന് ചോദിച്ചവര് ഇവനാരാണ് എന്ന് ചോദിക്കുന്നതിലേക്ക് വന്നു. കാറ്റും കടലും കൂടെ അമർന്ന് ശാന്തത വരുന്ന ഇവൻ ആരാണ്? ഇതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാറ്റം, അനുഗ്രഹം എന്ന് പറയുന്നത്. പ്രശ്നങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുവരെ പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മളായിരുന്നേ. പക്ഷെ ഇന്ന് പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് നമ്മൾ നമ്മൾ കണ്ടെത്തിയത് ഒരു വ്യക്തിയെയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു കണ്ടെത്തലാണ് നമ്മുടെ ജീവിതത്തെ ഇനി മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇനിയും പ്രശ്നങ്ങളെ വലിപ്പപ്പെടുത്തി കാണുകയല്ല, സകലത്തെയും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന വലിയവനായ ദൈവത്തിലേക്ക്, അവനിലുള്ള ആശ്രയം, അവനിലുള്ള ശരണം, അതാണ് നമ്മിൽ വർദ്ധിക്കേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ ദൈവം
നമുക്ക് ഹല്ലേലൂയ സ്തോത്രം എല്ലാ വിധമായിട്ടുള്ള ആ നിരാശകളെയും നിരുത്സാഹങ്ങളെയും ഒക്കെ അതിജീവിച്ച് ജയിക്കാൻ ഈ ദൈവം നമ്മെ സഹായിക്കുന്ന, നമ്മ കഴിവുള്ളവനായ ദൈവമാണ്. നമുക്കറിയാം, ഫിലിപ്പിയൻ കാരാഗൃഹത്തിൽ പൗലോസും ശീലാസും കിടന്നപ്പോൾ അവർ അർദ്ധരാത്രി ആയപ്പോൾ എന്ത് ചെയ്തു? പാടി ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. പാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ, ആ സ്തുതി, ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അവരുടെ മാത്രമല്ല, മറ്റു തടവുകാരുടെയും ചങ്ങലകൾ പൊട്ടി. ദൈവത്തിന് സ്തോത്രം. ആ കാരാഗൃഹത്തിൽ ബന്ധിച്ചിരുന്ന ചങ്ങലകളെ പൊട്ടിക്കാൻ അവരുടെ സ്തുതിക്ക്, അവരുടെ ആരാധനയ്ക്ക് സാധിച്ചു. ഹല്ലേലൂയ. അവര് ബന്ധനം അഴിയാനൊന്നും അല്ല കേട്ടോ വാസ്തവത്തിൽ ആരാധിച്ചത്, ആരാധനയിൽ അഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ആരാധനയുടെ ലക്ഷ്യം അതല്ല, പക്ഷെ ആരാധന അത് സംഭവിക്കുന്നുണ്ട് ദൈവത്തിന്റെ നാമത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, പാലക്കാടായിരുന്നു. അവിടെയൊക്കെ എന്നോട് പോലും ഷെയർ ചെയ്യാത്ത രോഗങ്ങള് ആരാധനയുടെ മധ്യത്തിൽ ആരും പ്രാർത്ഥിക്കാതെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാറിപ്പോവും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അവർ സ്തുതിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ മറ്റാരോടും പങ്കുവെക്കാത്ത, പറയാത്ത രഹസ്യമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഈ ആരാധനയുടെ മധ്യം ദൈവം മാറ്റും. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ചങ്ങലകളെ പൊട്ടിക്കുവാൻ, തടസ്സങ്ങളെ നീക്കുവാൻ പൗലോസിന്റെയും ശീലാസിന്റെയും ആരാധന കഴിഞ്ഞ് അവര് എന്തുകൊണ്ട് എൻ ദൈവമേ എന്നൊന്നുമല്ല, എന്ത് അതിശയമേ ദൈവത്തിന് സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് അവര് ആ പ്രതിസന്ധികളുടെ നടുവില് കാലാമത്തിലിട്ട് പൂട്ടിയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അടി കൊണ്ടതിന്റെ വേദനയുള്ളപ്പോൾ, ഹല്ലേലൂയ, അതിന്റെ മധ്യത്തിൽ അർദ്ധരാത്രിയിൽ പാടി ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലും ദൈവമുഖത്തേക്ക് നോക്കാനും ദൈവത്തെ സ്തുതിക്കുവാനും നാം തയ്യാറാകുമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ എല്ലാം കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവനായ ദൈവം, അതിനെ മാറ്റുവാൻ കഴിവുള്ളവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലെല്ലാം അപ്പുറമായ പ്രവൃത്തി ദൈവത്തെ ചെയ്യാൻ സാധിക്കും. ഇവിടെ ദൈവത്തെ സ്തുതിക്കാനുള്ള 3 കാരണങ്ങൾ ഇവിടെ പൗലോസ് പറയുന്നുണ്ട്. സ്തോത്രം. എന്റെ 1-ാമത്തെ വാക്യം എങ്ങനെയാണ്? ആ 3-ാമത്തെ വാക്യം, മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. 1-ാമത്തെ കാരണം, പ്രൈസ് ഹിം ബിക്കോസ് ഹി ഈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ ദൈവമായിരിക്കുന്നതുകൊണ്ട് അവനെ സ്തുതിക്കണം. ഹല്ലേലൂയ. അവൻ ദൈവമായിരിക്കുന്നതുകൊണ്ട് അവനെ സ്തുതിക്കണം. ഇങ്ങനെ ഈ വാക്യം നമുക്ക് വേറെ 2 ഭാഗത്തൂടെ കാണുന്നുണ്ട്. അത് ഒന്ന് എഫേസ്യ ലേഖനം 1:3 ആണ്. എഫേസ്യ ലേഖനം 1:3. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അത് വളരെ നമ്മളെ ഈ മലയാളത്തിൽ കാണുന്നതിനേക്കാൾ ഇതേ വാചകം, ബ്ലെസ്ഡ് ബി ദ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് who has blessed us with every spiritual blessing in the heavenly places in Christ. അപ്പോൾ നമ്മള്, ഹല്ലേലൂയ, നമ്മളെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടത്. ഹല്ലേലൂയ. ഇവിടെ അനുഗ്രഹിച്ചിരിക്കുന്ന എന്ന് പറയുമ്പോൾ അതൊരു പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. ഹല്ലേലൂയ. പാസ്റ്റ് ബ്ലെസ്സിങ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ ആത്മീയ അനുഗ്രഹങ്ങളൊക്കെ ദൈവം, നമ്മൾ ഈ എഫേസ്യ 1-ാം അധ്യായം കൊണ്ട് പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. നമ്മളൊക്കെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നമ്മെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. പിന്നെ
തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മെ സ്നേഹത്തിൽ മുൻനിയമിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ തിരഞ്ഞെടുപ്പ്, മുൻനിയമനം, പിന്നെ അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. എന്നിട്ട് ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം സകല ജ്ഞാന വിവേകവുമായി നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ അങ്ങനെ അങ്ങോട്ട് നാം നോക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങള്, ദത്തെടുപ്പും വീണ്ടെടുപ്പും അടക്കം ഒത്തിരി കാര്യങ്ങള് ഈ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന, ഹല്ലേലൂയ, അവൻ എന്ത് നമുക്ക് വേണ്ടി ചെയ്തു എന്നോർക്കുമ്പോൾ ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ കഴിയും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും ഇന്ന് വരെ നാം അനുഭവിച്ച ആത്മീയ അനുഗ്രഹങ്ങളെ ഓർത്താൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ഇന്ന് കിട്ടുന്ന ഒരു രോഗസൗഖ്യമോ, ഇന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഭൂതശാന്തിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നന്മ എന്തുവാട്ടെ, ഇന്ന് കിട്ടിയാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ പ്രാപിച്ച വീണ്ടെടുപ്പിനെ ഓർത്ത്, പാപക്ഷമയെ ഓർത്ത് നമുക്ക് പലപ്പോഴും അത്രയും സന്തോഷം സ്തുതിക്കാനില്ല. ഈ പ്രശ്നം നമുക്ക് മാത്രമല്ല, ശിഷ്യന്മാർക്ക് പോലും ഉണ്ടായിരുന്നു. അവര് ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നതും പറഞ്ഞുകൊണ്ട് തലയും കുത്തിയാ വരുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കണ്ടേ, പിന്നെന്തുവാ? നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൽ വേണം നിങ്ങൾ സന്തോഷിക്കാൻ. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് ഭൂതങ്ങൾ കീഴടങ്ങുന്നതിൽ സന്തോഷിക്കേണ്ടെന്നല്ല, പക്ഷെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നതിൽ ഇത്ര സന്തോഷം ഇവർക്കില്ല. അത് അവരുടെ കുറ്റമല്ല. അതിന്റെ മഹത്വം അറിയണമെങ്കിൽ ഒന്നി നമ്മൾ മരിക്കണം, അല്ലെ കർത്താവ് വരണം. എന്നാൽ മാത്രമേ നമുക്കത് മുഴുവനായിട്ട് അറിയാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ പൗലോസിനെ പോലെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടണം. അന്നേരം നമുക്കറിയാം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്ന അതിയായ കാംക്ഷയോട് അത് അത്യുത്തമമല്ലോ. ഹല്ലേലൂയ. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭവാന്നൊക്കെ പറയണമെങ്കിൽ അല്ലെങ്കിൽ ആ അനുഭവത്തിലേക്ക് നമ്മൾ വരണം. അപ്പോൾ ഇവിടെ ദൈവം നമുക്ക് ഇന്ന് വരെ ചെയ്ത ആത്മീയ അനുഗ്രഹങ്ങളെ ഓർത്താൽ, ഇന്ന് നമുക്ക് ഒരു ഭൗതിക അനുഗ്രഹവും ലഭിക്കുന്നില്ലെങ്കിലും ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കാൻ ആവോളമുണ്ട്. ഹല്ലേലൂയ. ഞാന് ഈ ഒരു വാക്യമുണ്ടല്ലോ, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഇത് എനിക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയൊരു വാക്യമാണ്. കാരണം ഈ മനുഷ്യന്റെ ഈ ആയുസ്സിലെ കഷ്ടം എന്ന് പറയുന്നത് നൊടി നേരത്തേക്കാണോ? നൊടി നേരം എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ മനുഷ്യന്റെ ആയുസ്സിലെ കഷ്ടമൊന്നും നൊടി നേരത്തേക്കല്ല. മനുഷ്യന്റെ ആയുസ്സിലെ കഷ്ടം എന്ന് പറയുന്നത് ദൈർഘ്യമുള്ളതാണ്. അത് തന്നെ കഷ്ടത്തിന്റെ കാലം കടന്നു പോകാൻ വലിയ പ്രയാസമാണ്, ഭയങ്കര പ്രയാസമാണ്. ഇപ്പൊ നമ്മുടെ അന്നകണ്ഠത്തിൽ ആന്റിയൊക്കെ ഉണ്ട്. ജീവിതത്തിൽ നമ്മൾ ഓടി നടക്കുന്ന പോലെ സമയം പോകത്തില്ല. ഓടി നടക്കുമ്പോൾ സമയം നമുക്ക് തികയത്തില്ല. ഒരു രാത്രി ഉറക്കം നഷ്ടപ്പെട്ടിട്ട് നേരം വെളുക്കാൻ നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് വിഷമിക്കും. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ ഒരിക്കലും നൊടി നേരത്തേക്കുള്ളതല്ല, അത് ലഘുവുമല്ല. അത് അനുഭവിക്കുമ്പോൾ അറിയാം. ഒരു കാലൊന്നും ഒടിഞ്ഞൊരു പ്ലാസ്റ്റർ ഇട്ടിട്ട് 3 ആഴ്ച എന്ന് പറഞ്ഞാൽ ഈ 3 ആഴ്ച പോകുന്നത് എന്തോരം കാലം പോലാന്നറിയോ? പിന്നെന്ത് പൗലോസ് പറയുന്നുണ്ട് അർത്ഥം? പൗലോസ് അത് പറയുന്നുണ്ട്, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഹല്ലേലൂയ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ. അപ്പൊ വെളിപ്പെടാനുള്ള തേജസ്സുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് ഹല്ലേലൂയ
നമ്മുടെ ഇന്നത്തെ ജീവിതം നിത്യതയുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഇത് നൊടി നേരത്തേക്കുള്ളതും ലഘുവുമായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ കഴിയുന്നത്. അതുകൊണ്ട് പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോയാലും അകമേ ഉള്ളവൻ എന്ത് ചെയ്യുന്നു? നാൾക്കുനാൾ ബലം പ്രാപിക്കുന്നു. ആ വെളിപ്പെടാനുള്ള തേജസ്സിന്റെ ദർശനമുള്ള ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അവന് ഈ പ്രസന്റില് ഒരു നന്മ അവന് ലഭിച്ചില്ലെങ്കിൽ പോലും, രോഗത്താൽ ശരീരം ക്ഷയിച്ചാലും എന്തു തന്നെ സംഭവിച്ചാലും, ഹല്ലേലൂയ, അവന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല, അവന്റെ സ്തുതിക്ക് കുറവ് വരത്തില്ല, അവന്റെ ദൈവാശ്രയത്തിന് കുറവ് വരത്തില്ല, അവന്റെ ദൈവ സ്നേഹത്തിന്റെ ഒരാണു പോലും കുറയത്തില്ല. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വിഷയം തീർത്തില്ലേലും ഞാൻ പറയാം. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്തായിരുന്നു അറിയാവോ? മനുഷ്യനെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളത്. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ ചെയ്തതാ. ഏദൻ തോട്ടത്തിൽ എന്താ ചെയ്ത്? ഹല്ലേലൂയ, ദൈവസ്നേഹത്തെ സംശയിപ്പിച്ചു. പിശാച് എന്ന് പറഞ്ഞു, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ തിന്നരുന്നല്ല, തൊടുകയും പോലെ ചേരുന്നു പറഞ്ഞു. അപ്പോൾ മനുഷ്യനോട് പിശാച് എന്താ പറഞ്ഞേ? നീ അത് തിന്നാൽ നീ ദൈവത്തെ പോലെയാകും. ഉടനെ ഈ മനുഷ്യന്റെ ഉള്ളിൽ ഒരു സംശയം വന്നു. അപ്പൊ അതാണ് കാര്യം. ഇപ്പൊ ദൈവത്തിന് നമ്മളോടുള്ള ഈ സ്നേഹം അത്ര 916 ഒന്നും അല്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അത്ര പ്യുവർ ഒന്നും അല്ല. ദൈവത്തെ പോലെ ആകുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? ഇത് തടഞ്ഞത്. അവിടെ എന്താ ഉണ്ടായേ? ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിക്കുന്ന അവസ്ഥയിലോട്ട് മനുഷ്യൻ വന്നു. ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിച്ചപ്പോൾ ദൈവവചനത്തെ അവിശ്വസിച്ചു. ദൈവവചനം, ഇപ്പം പാപം നീ ഇത് കഴിച്ചാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞത് വ്യാജമാണെന്ന് വിശ്വസിച്ചു. പിശാച് പറഞ്ഞു നീ മരിക്കത്തില്ല, നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞത് വിശ്വസിച്ചു. ഇപ്പൊ ദൈവത്തിന്റെ വചനം അവിശ്വസിച്ചു, പിശാച് പറഞ്ഞ് വിശ്വസിച്ചു. അവിടെയാണ് പാപം പ്രവേശിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഒരു മനുഷ്യൻ പാപത്തിലേക്ക് തെന്നി പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവസ്നേഹത്തെ അവിശ്വസിക്കുന്നതാ. ദൈവത്തിന് സ്തോത്രം. ദൈവസ്നേഹത്തെ അവിശ്വസിച്ചാൽ ദൈവസ്നേഹത്തെ സംശയിച്ചാൽ ദൈവവചനത്തെ അവിശ്വസിക്കും. ദൈവവചനത്തെ അവിശ്വസിക്കുമ്പോൾ പാപം പ്രവേശിക്കും. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ, ഹല്ലേലൂയ, ഒരു വ്യക്തിയെ നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. ലാസറിന്റെ ഭവനം, അവിടെ യേശു, ഇത് എത്ര മണി വരെയാ ഈ മീറ്റിംഗ്? ടൈം ലിമിറ്റ് ഇല്ല. കർത്താവ് നിയോഗിക്കുന്ന പോലെ ശുശ്രൂഷ എടുക്കാം. അപ്പോഴ് ഞാൻ ഒത്തിരി പോകത്തില്ല, കാരണം സൂം മീറ്റിംഗിൽ നിങ്ങളുടെ ശ്രദ്ധ അധികം കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. യേശു എന്തിനാ ലാസറിന്റെ കല്ലറയ്ക്ക് കരഞ്ഞേ? യേശു കരയേണ്ട വല്ല ആവശ്യമുണ്ടോ? യേശു ലാസറിന്റെ കല്ലറയ്ക്ക് കരഞ്ഞത് എന്തിനാ? യേശു കരഞ്ഞത് ലാസർ മരിച്ചതുകൊണ്ടാണോ? ഞാനാണ് കരയത്തില്ല. എന്നാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എന്നാ സംഭവിക്കാൻ പോകുന്നത്, അല്ലേ? യേശുവിന്റെ സ്ഥാനം നമ്മളാണെങ്കിൽ നമുക്കറിയാം യേശു കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാ വന്ന് എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മറിയയും മാർത്തയും ഒക്കെ
കരയുമ്പോഴും ഇങ്ങനെ സങ്കടം പറയുമ്പോഴും ഇത്രയും പറഞ്ഞാൽ മതി, മാർത്തേ മറിയേ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷേ അതല്ല കർത്താവിന് അറിയാം എന്താ ചെയ്യാൻ പോകുന്നത്. കർത്താവ് കരഞ്ഞതിൻ്റെ ഒരു കാരണം എൻ്റെ മനസ്സിൽ, എൻ്റെ ചിന്തയിൽ ഞാൻ പറയാം. കർത്താവ് കരഞ്ഞതിൻ്റെ കാരണം, ഒരു ഗ്രാമം മുഴുവനും ഇവരെ കുത്തി വേദനിച്ചപ്പോഴും, സ്വന്തം സഹോദരൻ ദീനമായി കിടക്കുന്നെന്ന് അറിയിച്ചിട്ടും, അതിൻ്റെ ആ അറിയിക്കുന്ന അറിയിപ്പ്, ആ ടെലഗ്രാം സന്ദേശം പോലും ലാസർ ദീനമായി കിടക്കുന്നു എന്നല്ല അറിയിച്ചേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കും. അത്ര അടുപ്പമുണ്ടായിട്ട് യേശുവിടെ വന്നില്ല, മരിച്ചു അടക്കത്തിനും വന്നില്ല. 4 നാളായി നാറ്റം വെച്ചപ്പോൾ യേശു വരിക, അതിൻ്റെ ഒരു പരിഭവം പോലും ഇല്ല. ഹല്ലേലൂയ. ഈ ലാസറിന്റെ ബോഡി അടക്കാൻ നേരത്ത് വന്ന യഹൂദന്മാര് ഈ മറിയോടും മാർത്തയോടും വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്നാന്നറിയാമോ? യേശു എവിടാന്ന് ചോദിക്കും. യേശു എവിടെ? യേശു എന്തിയെ? ഹല്ലേലൂയ. അവര് കാണാൻ ആഗ്രഹിച്ചൊരു മുഖം ലാസറിനെ പോലെ തന്നെ യേശുവിന്റെ മുഖമാണ്. യേശു എന്ത് ചെയ്യുമെന്ന് അറിയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ വന്ന് ചോദിക്കുന്നു, യേശു എന്തിയെ? അതിൻ്റെ ഒരു ശവത്തെ കുത്തുന്ന പോലൊരു ചോദ്യം വരുമ്പോൾ അതിന് മറുപടി പോലും പറയാൻ കഴിയാതാണ് ഈ സഹോദരിമാർ ആ ബോഡിയുടെ അടുക്കയിരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നമ്മൾ ഫേസ് ചെയ്യാറില്ലേ? നമ്മുടെ ജീവിതത്തിന്റെ അഗ്നിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോവുകയും നമ്മൾ പ്രസംഗിക്കുകയും നമ്മൾ സുവിശേഷം പങ്കുവെക്കുകയും ചെയ്ത ആളുകളൊക്കെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിന്റെ ദൈവം എവിടെ? ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 42-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുകൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിൻ്റെ നടുവിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടെന്നറിയാമോ? ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ ഞാൻ ആലയത്തിലേക്ക് ചെന്നതോർത്ത് എൻ്റെ ഉള്ളവന്റെ സന്നിധിയിൽ പകരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എൻ്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് മറുപടി ഇല്ലെങ്കിലും, ഹല്ലേലൂയ, ഒരു കാലത്ത് എന്നെ നടത്തിയൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ഞാൻ അനുഭവിച്ച നന്മകളെ ഓർക്കുമ്പോൾ, ഹല്ലേലൂയ, എനിക്ക് അവനെ തള്ളിപ്പറയാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഈ സഹോദരിമാര് ഒരു ദേശം മുഴുവൻ അവർക്കെതിരെ നിന്നപ്പോഴും, ഹല്ലേലൂയ, യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഒരണുവിട പോലും അകന്നു പോകാതെ, ഗുരു വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഓടിച്ചെന്ന് അവന്റെ പാദപീഠത്തിൽ വീഴുന്ന ആ സ്നേഹത്തിന്റെ മുൻപിലായി എൻ്റെ യേശു കരഞ്ഞു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പിശാചിന്റെ ഏദൻ തോട്ടം മുതലുള്ള തന്ത്രമാണ് മനുഷ്യനെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാനുള്ളതെങ്കിൽ അതിനെ ജയിച്ചു നിൽക്കുന്ന 2 സഹോദരിമാരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 8-ാം അധ്യായത്തിൽ പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, പട്ടിണിയോ, ഉപദ്രവമോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഹല്ലേലൂയ. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഹല്ലേലൂയ, ഉയരത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ മറ്റു യാതൊരു സൃഷ്ടിക്കും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ജീവിതത്തിൽ അവന്റെ കഴുത്തിന് നേരെ വാള് വന്നപ്പോഴും അവിടെയും, ഹല്ലേലൂയ, തൻ്റെ വിശ്വാസിൽ നിജപുത്രനായ തിമോത്തിയോസിനെ തൂലികയെടുത്ത് ലേഖനം എഴുതി, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മള്, ഹല്ലേലൂയ, സ്തോത്രം, ഇവിടെ ഈ ഭൂമിയില് ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, നമ്മൾ വാരിക്കൂട്ടുന്ന സമ്പത്തുകളോ ഒന്നുമല്ല.
ഹല്ലേലൂയ. ഇതെല്ലാം കുറെ വാരിക്കൂട്ടിയിട്ട് ഹല്ലേലൂയ ദൈവസ്നേഹത്തിൽ അകന്നുപോയി അവസാനിക്കുന്ന ഒരു ജീവിതമുണ്ടെങ്കിൽ അതല്ല. ഹല്ലേലൂയ. എന്തെല്ലാം പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ദൈവസ്നേഹത്തിൽ നിന്ന് ഒരു അണുവിടെ അകറ്റുവാൻ പിശാചിന് സാധിച്ചില്ലെങ്കിൽ ആ ജീവിതമാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പലപ്പോഴും പ്രിയ അന്നക്കണ്ടത്തിൽ ആന്റിയുടെ ചില വീഡിയോ ക്ലിപ്പിങ്ങുകൾ ഞാൻ ഈ അസുഖമായി കിടക്കുമ്പോഴും ഉള്ളത് ഞാൻ കണ്ടു. എത്ര പ്രത്യാശയോടെ ധൈര്യത്തോടെ താൻ സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. അതാണ് ഹല്ലേലൂയ പിശാച് വിറച്ചു പോകുന്നത് അവിടെ. ഹല്ലേലൂയ. പിശാച് തോറ്റുപോകുന്നത് അവിടെ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ പാസ്റ്റ് ബ്ലെസ്സിങ്സിനെ ഓർക്കുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് സ്തുതിക്കാൻ ഒരുപാടുണ്ട്. ഈ വാക്യം പിന്നെ കാണുന്നത് എവിടാന്നറിയാമോ? നമുക്ക് 1 പത്രോസ് 1:3 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളിലാണ്. 1 പത്രോസ് 1:3 മുതൽ 5 വരെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ പത്രോസ് പറയുന്ന അതേപോലത്തെ അതേ വാക്കുകൾ തന്നെയാണ്. ബ്ലെസ്ഡ് ബി ദ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് അവിടെ പറയുന്നുണ്ടെന്നറിയാമോ? ഹല്ലേലൂയ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് ഹല്ലേലൂയ വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശം. ഇപ്പൊ നമ്മുടെ വീണ്ടും ജനനത്തെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പക്ഷേ അത് പാസ്റ്റ് ബ്ലെസ്സിങ്സ് ആണ്. എന്നാൽ ഇത് ഇവിടെ പറയുന്നത് ഫ്യൂച്ചർ ബ്ലെസ്സിങ്സിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ, അത് നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രത്വമാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം ഒന്നുമില്ലാത്ത അവകാശം നമുക്ക് ലഭിക്കാൻ പോകുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഇത് ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ദൈവത്തെ സ്തുതിക്കാൻ ഒന്നാമത്തെ കാരണം അവൻ നമുക്ക് വേണ്ടി ചെയ്തത് നമുക്ക് ആത്മീയ അനുഗ്രഹങ്ങൾ. ഹല്ലേലൂയ. ഇനി നാം ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ മറ്റൊരു കാരണം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം ഒന്നുമില്ലാത്തൊരവകാശം. ഹല്ലേലൂയ. പൗലോസ് തിമോഥെയോസിന് അവസാന ലേഖനം എഴുതി പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം ഹല്ലേലൂയ സ്തോത്രം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. ഹല്ലേലൂയ. ഇവിടെ അനീതിയുള്ള ന്യായാധിപതിയായ നീറോ ഹല്ലേലൂയ അവനെ മരണശിക്ഷയ്ക്ക് വിധിച്ചേക്കുക, ക്യാപിറ്റൽ പണിഷ്മെന്റ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ അനീതിയുള്ള ന്യായാധിപൻ ഹല്ലേലൂയ മരണശിക്ഷയ്ക്ക് വിധിച്ചെങ്കിൽ ഇവിടെ ഒരു നീതിയുള്ള ന്യായാധിപതി സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. അവൻ എനിക്ക് ഹല്ലേലൂയ നീതിയുടെ കിരീടം അവനെനിക്ക് തരും. എന്നിട്ട് പറയാണ്, എനിക്ക് മാത്രമല്ല അവന്റെ വരവിൽ പ്രത്യാശ വെച്ച ഏവർക്കും കൂടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ?
എത്ര തളർന്നു കിടക്കുന്ന, ക്ഷീണിച്ചു കിടക്കുന്ന, എത്ര ശാരീരികമായി ക്ഷീണാവസ്ഥയിൽ പോകുമ്പോഴും, എത്ര സാഹചര്യങ്ങൾ നമ്മളെ ഹല്ലേലൂയ സ്തോത്രം മടുപ്പിക്കുമ്പോഴും, അതിന്റെ മധ്യത്തിൽ നമ്മുടെ പ്രത്യാശ ഓർക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിച്ചു പോകും. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഈ രണ്ട് കാര്യം, ഒന്ന് പാസ്റ്റും ഒന്ന് ഫ്യൂച്ചറുമാണെങ്കിൽ, ഹല്ലേലൂയ. എഫേസ്യ ലേഖനം നമ്മൾ വായിച്ച വാക്യം, സ്തോത്രം, അവിടെ എന്താണ് പറയുന്നത്? നമ്മുടെ കുറിവാക്യം 2 കൊരിന്ത്യർ 1:3 ദൈവം മനസ്സലിയുള്ള പിതാവ് വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത്? മനസ്സൊലിയുള്ള പിതാവും സർവശ്വാസവും നൽകുന്ന ദൈവമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെ അവൻ ഞങ്ങളെ എന്ത് ചെയ്യുന്നു? ആശ്വസിപ്പിക്കുന്നു. അതാണ് 4-ാം വാക്യം. ക്രിസ്തുവിൽ കഷ്ടങ്ങൾ ഞങ്ങൾ പെരുകുന്ന പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങളെ ഇന്ന് ആശ്വസിപ്പിക്കുന്നു. അത് പ്രസന്റ് ബ്ലെസ്സിങ്സ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ പ്രശ്നങ്ങളുടെ എല്ലാം മധ്യത്തിൽ ഞങ്ങൾ എന്തോ അനുഭവിക്കുന്നുണ്ട്? ഞങ്ങളൊരു ദൈവിക ആശ്വാസം അനുഭവിക്കുന്നുണ്ട്, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാന് അടുത്ത ഭാഗങ്ങൾ ഇനി ഒരു അവസരം കിട്ടുമ്പോൾ പറയാം. എനിക്കറിയാം, നമ്മുടെയൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഞാൻ ഈ പണ്ട് ഈ ചർച്ച ബോർഡിന്റെ ഈ ഗോസ്പൽ ടീം വർക്ക് എന്നൊരു പരിപാടിയുണ്ട്. ഈ ഗോസ്പൽ ടീം വർക്കിന് ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങി സുവിശേഷം പറഞ്ഞിട്ട് തിരിച്ചു വന്ന് ഉച്ചയാകുമ്പം തിരിച്ചു വന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചതിന്റെ റിപ്പോർട്ട് പറയണം. ഒരു ടീം വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പോയ വീട്ടിലെ അച്ചായൻ ഞങ്ങളോട് ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഈ കർത്താവ് വിശ്വസിച്ച സമാധാനം കിട്ടുമെന്ന് പറയുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും സമാധാനമുണ്ടോ? ഒരു പ്രശ്നവുമില്ലാതെ സമാധാനം അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ പറ. അപ്പൊ ഈ പോയവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരാ. അവര് പറഞ്ഞു, ഞങ്ങള് ഒരു കൃത്യമായ മറുപടി കൊടുക്കാൻ ഇല്ലാതെ ഞങ്ങൾ മടങ്ങി വന്നത് എന്ന് പറഞ്ഞാൽ, ഈ കർത്താവ് വിശ്വസിച്ച് സമാധാനം കിട്ടുമെന്ന് ഇവരോട് പറയാൻ പോയ ഇവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പോയ പാസ്റ്റർമാർക്കും ഉണ്ട്, വിശ്വാസികൾക്കും ഉണ്ട്. അപ്പൊ മനസാക്ഷി ഉള്ളതുകൊണ്ട് അവര് ഒന്നും മറച്ചു വെക്കാൻ പോയില്ല. അവർക്ക് പറയും ഞങ്ങൾക്ക് കൊണ്ട് പ്രശ്നം, ഇത് കൃത്യമായ മറുപടി പറയാൻ അവർക്ക് പറ്റിയില്ല. ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഞാനൊരു മീറ്റിങ്ങില് ചിന്തിച്ചു, ഹല്ലേലൂയ, ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്താണ് ഇതിന്റെ ഒരു മറുപടി? വാസ്തവത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യനില്ല. എന്നാൽ ഒരു ദൈവ പൈതലിന് ഈ പ്രശ്നങ്ങളുടെ എല്ലാം മധ്യത്തിൽ, ഹല്ലേലൂയ, അവൻ തകർന്നു പോകുന്നില്ല. ഹല്ലേലൂയ, അതിന്റെ മധ്യത്തിൽ അവനൊരാശ്വാസമുണ്ട്. അവന്റെ ദൈവ സാന്നിധ്യം അവൻ അനുഭവിക്കുന്നുണ്ട്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ ദൈവത്തിന്റെ സാന്നിധ്യം അവൻ അനുഭവിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രത്യേകത. ഞാനൊരു കാര്യം പറയട്ടെ. ഈ രൂത്ത് പറഞ്ഞില്ലേ, നിന്റെ ദൈവം എന്റെ ദൈവം എന്ന്. നമ്മൾ രൂത്തിനോട്, രൂത്ത് നീ എന്തോ കണ്ടോണ്ടാ ഈ ദൈവത്തെ നിന്റെ ദൈവം എന്ന് പറയാൻ കാര്യം? ഈ വീട്ടിൽ നീ എന്തോ സമാധാനമോ കണ്ട്? ഹല്ലേലൂയ, ഇവളെ കെട്ടിച്ചവിടെ കൊണ്ടുവന്നു. ഇവര് സേവിക്കുന്ന ദൈവത്തെ സേവിച്ചിട്ട് ഈ കുടുംബത്തിൽ എന്ത് ഉണ്ടായെന്നായി പറയുന്നേ? അപ്പം മരിച്ചു, ഭർത്താവ് മരിച്ചു, ഭർത്താവിന്റെ സഹോദരൻ മരിച്ചു, വേറെന്തോ കണ്ടവര്? ഹല്ലേലൂയ, ഒരിടത്തു നിന്ന് എല്ലാം തകർന്ന് ഇങ്ങോട്ട് വന്നു.
ഇവിടെ വന്ന് അതിനേക്കാട്ടിലും വലിയ തകർച്ചയായി. പക്ഷെ ഇവള് പറയുക നിന്റെ ദൈവം എൻ്റെ ദൈവം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിലും അവളുടെ പിൽക്കാല ചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത, അവളുടെ കുടുംബത്തിൽ ഒന്നും കാണാത്ത ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ആശ്വാസം ആ ഭവനത്തിൽ അവൾ അനുഭവിച്ചു. പ്രശ്നങ്ങൾ തലയ്ക്ക് മീതെ വന്നപ്പോഴും ഹല്ലേലൂയ അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ കരം അവൾ കണ്ടു. അതെങ്ങനെയാണെന്ന്, ഹല്ലേലൂയ ഏത് നിലയിലാണെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയത്തക്കവണ്ണം ഹല്ലേലൂയ ഒരു ദൈവ സാന്നിധ്യം അവൾ അനുഭവിച്ചു. ഇന്ന് ദൈവമക്കളെ, കഷ്ടങ്ങൾ പെരുകുമ്പോഴും അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ആശ്വാസവും പെരുകുന്നു. അവന്റെ കൃപ മാനിഫോൾഡ് ആണ്. ആ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഹല്ലേലൂയ സ്തോത്രം, മാനിഫോൾഡ് ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കൃപ വിവിധമാണ്. ഹല്ലേലൂയ സ്തോത്രം. അത് നമ്മുടെ ഓരോരുത്തർ ഇവിടെ ഇരിക്കുന്ന, ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന 27 പേരുണ്ടെങ്കിൽ 27 പേർക്കും വ്യത്യസ്തമായ നിലകളിൽ, ഈ ലൈനിൽ മറ്റ് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട് അവർക്കെല്ലാം, ഈ യൂട്യൂബിൽ കൂടെ കേൾക്കുന്നവർക്കെല്ലാം ഹല്ലേലൂയ അത് ഒരു കസ്റ്റം മെയ്ഡ് ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് ആ ദൈവകൃപ നമ്മിൽ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദൈവത്തിൽ ആശ്രയിക്കൂ, ഈ ദൈവത്തിൽ ശരണപ്പെടൂ. ഹല്ലേലൂയ സ്തോത്രം. അവനെ സ്തുതിക്കൂ. അവന്റെ കൃപ നിന്റെ ജീവിതത്തിന്റെ കഷ്ടങ്ങളിൽ പെരുകി വരും. ഹല്ലേലൂയ. ഇന്നത്തെ പ്രസന്റ് ജീവിതത്തിൽ, ഇന്നത്തെ ജീവിത പ്രശ്നങ്ങളിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കും. ആമേൻ. അത് നിനക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെയും നിന്നെ ഹല്ലേലൂയ തിരിച്ചു തന്ന് നിന്റെ ജീവിതത്തിൽ അതിനധികമായി ദൈവിക പദ്ധതിയിലേക്ക് നിന്നെ കൊണ്ടുവരും. ഹല്ലേലൂയ. ഇതെന്ത് എന്ന് ചോദിച്ചെടുത്ത് ഇവൻ ആരെന്ന് ചോദിക്കുന്ന ആ കർത്താവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നിന്നെ കൊണ്ടുവന്ന് നമ്മെ ഓരോരുത്തരെയും ഹല്ലേലൂയ ദൈവത്തിന്റെ തിരുഹിതത്തിനനുസരിച്ച് നമ്മെ പണിതെടുക്കുവാൻ അത് കാരണമായി തീരും. ഞാൻ എൻ്റെ വാക്കുകളുടെ ഉപസംഹരിക്കട്ടെ പ്രിയമുള്ളവരെ. ഇത് എൻ്റെ അറിവിൽ ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മീറ്റിംഗാണ്. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഞാൻ ഇത് പിന്നീട് ഫിനിഷ് ചെയ്തോളാം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, നിന്റെ ജനത്തോട് അവിടെ നൽകിയ ആലോചന ഈ രാത്രി അറിയിച്ചു. അവിടുത്തെ കരത്തിൽ നിന്റെ മക്കളെ സമർപ്പിക്കുന്നു. അവിടുത്തെ ആശ്വാസം അവരിൽ പെരുകണമേ. കഴിഞ്ഞ കാലത്തെ ദൈവിക അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ഇത് ഞങ്ങൾ ലഭിക്കാൻ പോകുന്നതായ കർത്താവേ, ആ കർത്താവ് ശരീരത്തിന്റെ വീണ്ടെടുപ്പും അതേ തുടർന്നുള്ള എല്ലാ അവകാശങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് കടന്നു പോകുന്ന ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഭാരങ്ങളും അവരെ അലട്ടുമ്പോൾ ദൈവമേ, പിതൃതുല്യമായ സ്നേഹവും ആശ്വാസവും കർത്താവെ അവർക്ക് ദൈവം പകരുന്നതുകൊണ്ട് സ്തോത്രം. വേദനിക്കുന്നവര്, രോഗികളായിരിക്കുന്നവര്, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവര് ഈ രാത്രി ദൈവത്തിന്റെ ആശ്വാസം അനുഭവിക്കട്ടെ. ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനം അനുഭവിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രി ഹല്ലേലൂയ ദൈവമേ, അവിടുത്തെ കരം തൊട്ട് അവരുടെ പ്രശ്നങ്ങളുടെ മേല് അവിടുന്ന് വിടുതലയക്കണമേ. അവിടുത്തെ അധികാരത്തിന്റെ ചെങ്കോൽ ആ ജീവിതങ്ങളുടെ വിഷയങ്ങളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ അനുഭവിക്കട്ടെ. ഓ ഹല്ലേലൂയ. എന്നാ കണ്ടതിൽ ആന്റിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവക്കരം നിന്റെ ദാസിയെ കർത്താവെ തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. ഈ മിനിസ്ട്രിയെ അനുഗ്രഹിക്കണം. ഓ ഹല്ലേലൂയ. പാസ്റ്റർ മാർജിയെ അനുഗ്രഹിക്കണമേ ദൈവമേ. അതുപോലെ തന്നെ ഷാജിയെ അനുഗ്രഹിക്കണമേ. ഈ മിനിസ്ട്രിയിലുള്ള എല്ലാവരെയും, പലതരങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ രാത്രി വചനം കേട്ട എല്ലാവരെയും, പല നിലകളിൽ വചനം കേട്ട എല്ലാവരെയും അവിടുത്തെ പരിശുദ്ധ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വം തിരുമേനിക്ക് യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ.
ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കുവാൻ ഇടയായ കൃപകൾക്കായി സ്തോത്രം ചെയ്തു. ഹാലേലൂയ. സ്തോത്രം. ഒത്തിരി ഹാലേലൂയ സ്തോത്രം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഹാലേലൂയ. കഷ്ടതയാണ് സ്തോത്രം. നമ്മൾ കഷ്ടത അനുഭവിപ്പാൻ തന്നെയാണ് നമ്മളെ വിളിച്ചിരിക്കുന്ന പൗലോസ്. ആ കഷ്ടതയിൽ ദൈവത്തിന്റെ ആശ്വാസം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഹാലേലൂയ സ്തോത്രം. കോരപുത്രന്മാരുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന പ്രിയ ദേവദാസനിൽ കൂടി കേൾക്കുവാനിടയായി. ഹാലേലൂയ സ്തോത്രം. 42-ാം സങ്കീർത്തനം അതിന്റെ 3-ൽ കോരപുത്രന്മാർ പറയുന്നു, എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുനീരാണ് ഹാലേലൂയ സ്തോത്രം നമ്മുടെ ആഹാരം കാത്തത്. അതിന് മറുപടി കടന്നു പോകുന്ന ഒരു ദൈവമല്ല, മറുപടി തരാതെ പോകുന്ന ദൈവമല്ല. ദാവീദ് ഹാലേലൂയ സങ്കീർത്തനം 39-ാം സങ്കീർത്തനം 12 ദാവീദ് പറയുന്നു, കണ്ണുനീർ കണ്ടു മിണ്ടാതിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. കഷ്ടതയിൽ നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നെങ്കിൽ ആ കഷ്ടതയാണ് പൗലോസ് അത് തന്നെയാണ് റോമക്കൽ ലേഖനത്തിൽ പറയുന്നത്. അല്ല, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പണോ, അല്ല കഷ്ടതയിൽ ഹാലിൽ സഹിഷ്ണുത കാണിക്കണം, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പണം. പ്രിയപ്പെട്ടവർ, ഇന്ന് എത്ര പേർക്ക് ആ കഷ്ടത വരുമ്പോൾ ആ ദൈവത്തെ ഹാല സ്തോത്രം മറന്നു പോവുകയല്ല നമ്മൾ വേണ്ടത്. ദിവസം പറഞ്ഞ പോലെ ഹാല സ്തോത്രം ക്രിസ്തു ഉള്ള പടകിൽ ഹാല സ്തോത്രം കാറ്റടിച്ചു, ആ പ്രതിസന്ധി വന്നു. എന്നാൽ ആ ക്രിസ്തു ആ പടകിൽ നിന്ന് പോകാതെ നിൽക്കുവാൻ ആ പ്രതിസന്ധിയിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹാലസ്തുത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി തന്ന പ്രിയ ദേവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ ദേശത്ത് ഹാലസ്തോത്രം ഇനിയും ധാരാളമായി ദൈവം ഉപയോഗിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. സമയങ്ങൾ കിട്ടുമ്പോഴൊക്കെയും ഞങ്ങളുടെ മിനിസ്ട്രിയിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കാൻ പ്രിയ ദേവദാസനെയും കുടുംബത്തെയും അതിലൊക്കെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദം പറയാം. അതിനു വേണ്ടിയിട്ട് പ്രിയ ഷെറിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അൻപോട് സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ തോറും ദൈവമേ സന്തോഷമുള്ളവരായി ക്രിസ്തുവിൽ വരുന്നത് സകലതും കർത്താവ് അറിയാതെ അല്ലല്ലോ ഓരോ വ്യക്തിപരമായ ജീവിതങ്ങളിൽ പ്രയാസങ്ങളും കഷ്ടങ്ങളും വരുന്നത്. എങ്കിൽ ഞങ്ങൾ ക്രിസ്തുവിൽ സന്തോഷിപ്പാനുള്ള കൃപ കർത്താവ് തരണമേ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കർത്താവെ നിന്റെ വൃത്തിയിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാൻ കൃപ തന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. ദൈവമേ, കർമ്മേൽ രൂപമായി ഞങ്ങൾ ദൈവസന്നിധിയിൽ അടുത്തു വരുന്നു കർത്താവെ. ഓരോ വിഷയങ്ങളിലും ദൈവമേ വേദനയോടും ഭാരത്തോടിരിക്കുന്ന പിതാക്കളുണ്ട്, മാതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. താവേ, അവരുടെ ഓരോ വിഷയങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ കരം പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ താഴ്മയായി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അപ്പാ, ഞങ്ങൾ കഷ്ടതയിലാണെങ്കിലും ദൈവമേ ആ കഷ്ടത ഞങ്ങൾക്ക് ഗുണമായി തീർത്ത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പിതാവ് ഞങ്ങൾക്കുണ്ടല്ലോ. ആ പിതാവിന് മഹത്വം അർപ്പിക്കുകയാണ് കർത്താവേ. നിത്യമായതൊന്നും ഞങ്ങൾക്ക് കർത്താവ് വെച്ചിരിക്കുന്നല്ലോ കർത്താവേ. ഈ കഷ്ടങ്ങളോ മാലിന്യമില്ലാത്ത ഒരു നിത്യാവകാശം ഞങ്ങൾക്ക് ദൈവം വെച്ചിട്ടുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ച ദൈവവചനത്തിനായി സ്തോത്രം കർത്താവേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ 30, 100, 60, 100 മേനിയായി അത് ഓരോ ജീവിതങ്ങൾക്കും ഓരോ ഭവനങ്ങൾക്കും ആ വചനം ഒരു അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ട്, വ്യത്യസ്തമായ വേദനകളുണ്ട്. എന്നാൽ ആ വിഷയങ്ങളുടെ മേലൊക്കെയും ദൈവത്തിന്റെ വചനം തീ പോലെ ഇറങ്ങട്ടെ കർത്താവേ. അങ്ങയുടെ നാമം മഹത്വം എടുക്കട്ടപ്പാ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധി ഞങ്ങൾക്ക് തന്ന കൂടിവരവിനായി സ്തോത്രം. ഞങ്ങളുടെ പാട്ട്, പ്രാർത്ഥന, ഞങ്ങളുടെ ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. മഹത്വം അവിടുന്ന് എടുക്കും. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രാർത്ഥിച്ച പ്രിയ ജയമ്പരനോട് നന്ദി അറിയിക്കുന്നു.